ഗുഡ് മോർണിംഗ് മക്കളെ. അപ്പോൾ ആരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് എന്നെ വിളിച്ചില്ല, ഇംഗ്ലീഷ് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മലയാളത്തിൽ തന്നെ തുടർന്നെടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേട്ടല്ലോ. അപ്പോൾ ഇന്ന് തെർമോഡൈനാമിക്സ് പിന്നെയും കണ്ടിന്യൂ ചെയ്യാണ്. കുറച്ച് പിള്ളേർക്ക് ഡൗട്ട് വരുന്നുണ്ട്, ഏത് തെർമോഡൈനാമിക്സ് ടെക്സ്റ്റ് ബുക്കിൽ ഏത് ചാപ്റ്ററിൻ്റെ ഏത് സെക്ഷൻ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ എൻട്രൻസ് ടോപ്പിക്കിൽ പറയുമ്പോൾ തെർമോഡൈനാമിക്സ് 3 ചാപ്റ്ററോട് ഉള്ളതാണ്. തെർമൽ പ്രോപ്പർട്ടീസ്, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി, ഗ്യാസസ്. ഞാനിത് 3 ക്ലബ് ചെയ്തിട്ടാണ് അടുത്ത് പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുമ്പോൾ ഓരോ ടോപ്പിക്ക് ചിലപ്പോൾ അവിടെ ഇവിടെ എടുക്കുന്നതായിട്ടിരിക്കും, പക്ഷെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ എടുത്ത് പോകണത്, ബിക്കോസ് ഞാനൊരു യൂണിറ്റ് ആയിട്ടാണ് അതിന് 3 എണ്ണം എടുക്കണം. കേട്ടല്ലോ. അപ്പോൾ ആ ടോപ്പിക്ക് വരുമ്പോൾ വേണമെങ്കിൽ തപ്പി നോക്കിയാലും മതി, അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ കറക്റ്റ് ടോപ്പിക്കിനനുസരിച്ച് എഴുതിയിട്ട്, മീൻസ് ഇപ്പോൾ കാലോറിമെട്രി എന്നിട്ടുണ്ടെങ്കിൽ കാലോറിമെട്രി എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ അതിലേക്ക് അനുസരിച്ച് നോക്കുക. പിന്നെ കാലോറിമെട്രീൻ്റെ കറസ്പോണ്ടിങ് പ്രോബ്ലംസ് അങ്ങനെയൊക്കെ നോക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കേട്ടല്ലോ. അപ്പോൾ അവിടെ നിർത്തിയേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് വേരിയബിൾസ് മാതിരി പഠിച്ചു അല്ലേ, കുറച്ച് കാര്യങ്ങൾ, ടേംസ് അല്ലേ. നമ്മൾ സിസ്റ്റം എന്താണ്, സറൗണ്ടിങ്സ് എന്താണ്, എന്തൊക്കെ ടൈപ്പ് സിസ്റ്റമുണ്ട്, ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം, അതിനനുസരിച്ച് വാൾസ് അല്ലേ, അഡയബാറ്റിക്കും ഡയാതെർമിക്കും ആയിട്ടുള്ള വാൾസൊക്കെ കണ്ടിട്ട് കുറച്ച് ടേംസ് പഠിച്ചു. അതേമാതിരി ഇന്നും കുറച്ച് ടേംസ് തന്നെ പഠിക്കും, ഇന്ന് കുറച്ചും കൂടി ആഴത്തിലേക്ക് നമ്മൾ പോകട്ടോ. അപ്പോൾ എഴുതിയ സ്റ്റേറ്റ് വേരിയബിൾസ്. എന്താണ് സ്റ്റേറ്റ് വേരിയബിൾസ്? മാത്സിൽ പറയില്ലേ വേരിയബിൾസ് എന്ന സംഖ്യകൾമാരി ഒരു എന്താണ് പദങ്ങൾ. അപ്പോൾ നമ്മുടെ തെർമോഡൈനാമിക്സിൽ നമ്മൾ കുറേ ടേംസ് യൂസ് ചെയ്യും. നമ്മൾ കുറേയൊക്കെ കേട്ടിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ തെർമോഡൈനാമിക് ഒരു സിസ്റ്റം, ഞാൻ സിസ്റ്റത്തിനെ ഇങ്ങനെ എഴുതൂട്ടാം. ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയം, അല്ലെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇക്വിലിബ്രിയം എന്നുള്ളത്, അല്ലെങ്കിൽ തെർമോഡൈനാമിക്സിൽ ഇക്വിലിബ്രിയത്തിലാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് ഇന്ന ക്രൈറ്റീരിയസ്, ഇതിൻ്റെ പ്രഷർ ഇതാണ്, ഇതിൻ്റെ വോള്യൂം ഇതാണ് എന്നൊക്കെ പറയേണ്ടി വരും അല്ലേ. അപ്പോൾ കുറേ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടാണ് ഞാനൊരു സിസ്റ്റത്തിൻ്റെ തെർമൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയാം. ഒരു സിസ്റ്റം തെർമൽ ഇക്വിലിബ്രിയമാണോ, അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഇക്വിലിബ്രിയത്തിലാണോ, അല്ല, ആ ഒരു സിസ്റ്റത്തിന് എനിക്ക് പ്രോപ്പറായിട്ട് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ എനിക്ക് കുറച്ച് വേരിയബിൾസിനെ അറിയണം. അതിന് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് നടക്കുന്നൊരു സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഞാൻ നന്നായി ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പേരുകൾ അല്ലേ, കുറച്ച് ക്രൈറ്റീരിയാസ്, അല്ലെങ്കിൽ എനിക്ക് പറയുകയാണെങ്കിൽ വേരിയബിൾസിൻ്റെ യൂസ് ഉണ്ട്, അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് എനിക്ക് ആ സിസ്റ്റത്തിന് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ വേരിയബിൾസിനെയാണ് സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഈ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ പ്രഷർ, വോള്യം, ടെമ്പറേച്ചർ അല്ലേ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാനൊരു സിസ്റ്റത്തിന് അതിൻ്റെ പ്രഷർ കൂടി, ഇതിൻ്റെ വോള്യൂം കുറഞ്ഞു, അല്ലെങ്കിൽ ഇതിൻ്റെ ടെമ്പറേച്ചർ കൂടി എന്നൊക്കെ പറയല്ലേ. അപ്പോൾ ഈ 3 എണ്ണമൊക്കെ എന്താണ്, സ്റ്റേറ്റ് വേരിയബിൾസ് ആണ്. പ്രഷർ, വോള്യൂം, ടെമ്പറേച്ചർ, അത് നിങ്ങൾക്ക് അറിയണത്. പിന്നെ മാസ് അല്ലേ, അത് വെച്ചിട്ട് എനിക്കൊരു സിസ്റ്റത്തിനെ പറ്റി എത്ര മാസ്സാണതിന് അല്ലേ. എന്നാൽ ഒരു പുതിയൊരു ടേം കൂടി ഞാൻ എഴുതി നോക്കിയേ, ഇൻറ്റേർണൽ എനർജി എന്ന് പറയും കേട്ടോ. ഇൻറ്റേർണൽ എനർജി. ഇതിൽ ഇൻറ്റേർണൽ എനർജി മാത്രം നിങ്ങൾ അറിയാത്തുണ്ടാവുള്ളൂ, ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്, കേട്ടിട്ടുള്ളതാണ്. പിന്നെ പ്രത്യേകത ഉണ്ട്, സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേറ്റ് വേരിയബിൾസ് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ കണ്ടീഷൻ, അല്ലെങ്കിൽ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റിന് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നൊരു വേരിയബിൾസിനെയും കൂടിയാണ് നമ്മൾ സ്റ്റേറ്റ് വേരിയബിൾസ് എന്ന് പറയുക. സോ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ പ്രഷർ. ആ പ്രഷർ എങ്ങനെയാണ് കൂടിയെന്നൊന്നും നമ്മൾ അന്വേഷിക്കില്ല. ആദ്യം ഇത്ര പ്രഷറായിരുന്നു, ഇപ്പം എത്രയായി, ആദ്യം ഇത്ര ടെമ്പറേച്ചർ ആയിരുന്നു, ഇപ്പം എത്രയായി അല്ലേ. സോ ദ വേരിയബിൾസ്, സ്റ്റേറ്റ് വേരിയബിൾസ് ആർ ദോസ് വേരിയബിൾസ് വിച്ച് ഓൺലി ഡിപ്പെൻഡ് ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ amount, not on the path this has been achieved. പാത്ത് ഈ ഡിപ്പെൻഡൻ്റേ അല്ലാത്ത വേരിയബിൾസ് ആണ് സ്റ്റേറ്റ് വേരിയബിൾസ്. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാനുള്ള 5 സ്റ്റേറ്റ് വേരിയബിൾസ് ആണ് കേട്ടല്ലോ. അങ്ങനെ സ്റ്റേറ്റ് വേരിയബിൾസിനെ തന്നെ 2ആയി തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്നും, പിന്നെ ഇൻറ്റൻസീവ് വേരിയബിൾ. എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്നും ഇൻറ്റൻസീവ് വേരിയബിൾ എന്ന് 2ആയി തിരിച്ചിട്ടുണ്ട്.
കേട്ടല്ലോ. അതിൽ എക്സ്റ്റെൻസീവ് വേരിയബിളിൽ വരുന്ന എക്സാമ്പിൾസാണ് വോള്യം, മാസ്, ഇൻറ്റേർണൽ എനർജി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം വോള്യം, മാസ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? സിസ്റ്റത്തിൻ്റെ സൈസിനെ പറ്റി സംസാരിക്കുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയും, എക്സ്റ്റെൻസീവ് വേരിയബിൾ എന്ന് പറയും. ദ വേരിയബിൾസ് വിച്ച് describe or indicate the size of system is known as extensive variables. കേട്ടോ. അതിൽ ഇൻറ്റേർണൽ എനർജി അവിടെ കിടക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. യു എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഇനി ഇൻറ്റൻസീവ് വേരിയബിൾ എന്ന് പറഞ്ഞ എക്സാമ്പിൾ നോക്കിയേ. പ്രഷറും ടെമ്പറേച്ചറും ഇൻറ്റൻസീവ് വേരിയബിൾസാണ്. സൈസ് അല്ലാത്ത ബാക്കി കാര്യങ്ങൾ, റൈറ്റ്. ദീസ് വേരിയബിൾസ് ഇൻഡിക്കേറ്റ്സ് ദ സിസ്റ്റംസ് എവറി അതർ പ്രോപ്പർട്ടീസ് അതർ ദാൻ സൈസ്. സൈസ് അല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും സംസാരിക്കാൻ ഉപയോഗിക്കാവുന്ന വേരിയബിൾസ് ആണ് എന്ത്? ഇൻറ്റൻസീവ് വേരിയബിൾസ്. പ്രഷറും ടെമ്പറേച്ചറും ആണ് അതിൻ്റെ എക്സാമ്പിൾസ്. ക്ലിയർ ആയാം? റൈറ്റ്. അപ്പോൾ ഇച്ചിരി ചെറിയ ടേം ഇതൊക്കെ ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ, കുറച്ചായിട്ട് പക്ഷേ എല്ലാം അറിഞ്ഞിരിക്കണം. ഇനി അടുത്ത ടേം നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് എന്താണ്? ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ് അതായത് നമ്മൾ കുറേ സ്റ്റേറ്റ് വേരിയബിൾസ് പഠിച്ചിട്ടില്ലേ? എന്ത്? പ്രഷർ, വോള്യം, ടെമ്പറേച്ചർ, മാസ്. മാസിൻ്റെ ഇതിൽ എനിക്ക് വേറെ നമുക്ക് പറയാറുണ്ട് നമ്പർ ഓഫ് മോൾസും പറയാം. വെയിറ്റ് മാസിന് പറയുന്നത് തന്നെയല്ലേ നമ്പർ ഓഫ് മോൾസ് അല്ലേ? അപ്പോൾ ഒരു ഇക്വേഷൻ സ്റ്റേറ്റ് വേരിയബിൾസിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഒരു ഇക്വേഷനെ പറയുന്നതാണ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്, റൈറ്റ്. ഇക്വേഷൻ ഗിവിങ് കണക്ഷൻ ഓഫ് സ്റ്റേറ്റ് വേരിയബിൾസ്, റൈറ്റ്. ഇക്വേഷൻ which gives a connection between the state variables that is known as equation of state. ഒരു എക്സാമ്പിൾ പറഞ്ഞു നോക്കിയേ. പി വി ടീൻ്റെ ഒക്കെ അല്ലെങ്കിൽ എൻ വെച്ചിട്ടുള്ളൊരു ഇക്വേഷൻ ഇതാ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. അതായത് പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി. അപ്പോൾ പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടി ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ഇക്വേഷൻ ഓഫ് സ്റ്റേറ്റ്. എളുപ്പമല്ലേ? അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും പറയണില്ല കേട്ടോ. അതായത് സ്റ്റേറ്റ് വേരിയബിൾസിനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷൻ. സിമ്പിൾ, ഇത്രേ ഉള്ളൂ കേട്ടോ. റൈറ്റ്. ഇനി ഞാൻ പറഞ്ഞല്ലോ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന്. ഇൻറ്റേർണൽ എനർജി എന്നുള്ള സാധനം എന്താണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എഴുതിയേ നെക്സ്റ്റ് ഹെഡിങ് ഇൻറ്റേർണൽ എനർജി. ഇൻറ്റേർണൽ എനർജി കേട്ടോ. എന്താണ് ഇൻറ്റേർണൽ എനർജി? നിങ്ങൾക്കറിയാലോ ഇൻറ്റേർണൽ എനർജി എന്താണ്? ഇല്ല? ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾക്ക് അറിയുമെന്ന്. ഇപ്പം നമ്മളോട് ചോദിക്കാൻ ടോട്ടൽ എനർജി എന്ന് വെച്ചിട്ട് തന്നെ ആലോചിച്ചാൽ മതി. ഇൻറ്റേർണൽ എനർജി എന്താ? സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് വാട്ട്? ഓഫ് ഡാഷ് എന്ന് എഴുതും ഞാൻ. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സിസ്റ്റം എടുത്തു വിചാരിക്കുക. അതിൽ കുറേ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലേ? ഈ മോളിക്യൂൾസിൻ്റെ മൊത്തം കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജീൻ്റെ സം ആണ് അല്ലേ? അപ്പോൾ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് മോളിക്യൂൾസ്, റൈറ്റ്. ഒരു സിസ്റ്റം എടുക്കുകയാണെങ്കിൽ അതൊരു കളക്ഷൻ ഓഫ് മിനി മോളിക്യൂൾസ് ആണ് അല്ലേ? ആ ഓരോ മോളിക്യൂൾസിൻ്റെ അല്ലെങ്കിൽ മൊത്തം മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജീൻ്റെ സമ്മിനെയാണ് ഞാൻ എന്ത് പറയുക? നമ്മൾ അതിന് ഇൻറ്റേർണൽ എനർജി എന്ന് പറയും, റൈറ്റ്. അപ്പോൾ മിക്ക സമയത്ത് ഒരു സിസ്റ്റം മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ അതിന് പൊട്ടൻഷ്യൽ എനർജീനേക്കാളും കൂടുതൽ എന്താ ഉണ്ടാവുക? കൈനറ്റിക് എനർജിയാണ് കേട്ടോ കൂടുതലുണ്ടാവുക, റൈറ്റ്. അതൊന്നും മനസ്സിൽ വിചാരിച്ച് വെക്കണേ. സാധാരണ ഡെഫിനേഷനിൽ പറയുമ്പോൾ ഇൻറ്റേർണൽ എനർജി നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുമെങ്കിലും കൂടുതലത് കൈനറ്റിക് എനർജിയാണ്, റൈറ്റ്. അപ്പോൾ നോക്കിയേ, അങ്ങനെ ഞാൻ സിമ്പിൾ പറയട്ടെ. ഇതൊരു കാറാന്ന് വിചാരിക്കട്ടോ, അതൊരു വണ്ടിയാന്ന് വിചാരിക്കുക. ആഹാ നല്ല വണ്ടി. ഇതിൽ ഉള്ളൊരു ബാരൽ വെച്ചിട്ടുണ്ട്. ഇത് നിറച്ച് ഗ്യാസാണേ. അപ്പോൾ ഈ കാറ് അല്ലെങ്കിൽ ഈ വണ്ടി നല്ല സ്പീഡിൽ വെലോസിറ്റിയിൽ ഓടിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ വസ്തുവിന് അല്ലെങ്കിൽ ഇരിക്കുന്ന ഗ്യാസിന് ഇൻറ്റേർണൽ എനർജി ഉണ്ടാകുമോ ഇല്ലയോ? ഇല്ല. വൈ? ഈ വണ്ടി നീങ്ങിയെന്ന് വിചാരിക്കട്ടെ. ഈ സിസ്റ്റം മൊത്തത്തിൽ വെലോസിറ്റിയിൽ നീങ്ങിയെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഓരോ മോളിക്യൂൾസിനും അത്രയും സ്പീഡ് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? അപ്പോൾ ഐ കനോട്ട് സേ ഹിയർ that this velocity or this energy which is imparted by this vehicle is carried forward to individual molecules. എനിക്കത് പറയാനേ പറ്റില്ല. ഉണ്ടാവുമായിരിക്കാം കേട്ടോ, പക്ഷെ നമുക്കത് പറയാൻ കഴിയില്ല കേട്ടല്ലോ, റൈറ്റ്. അപ്പോൾ എനിക്ക് ഇൻറ്റേർണൽ എനർജി എന്താണ്? ദ സം ഓഫ് മോളിക്കുലാർ കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജിയാണ്. ഈ മോളിക്യൂൾസിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജീൻ്റെയും സമ്മാണ് അല്ലേ? അപ്പോൾ ഒരു ഡിസോർഡേർഡ് ആയിട്ടുള്ള എനർജിയാണ് അല്ലേ?
റാൻഡം മോഷൻ, ഈ മോളിക്യൂൾസിന് റാൻഡം ആയിരിക്കുന്ന മോഷൻ കാരണം ഉണ്ടാവുന്ന ഒരു എനർജീനെയാണ് നമ്മൾ എന്താ പറയുക, ഇൻറ്റേർണൽ എനർജി. ഇപ്പോൾ മൊത്തത്തിൽ ഞാൻ എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഓർക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ക്ലാസ്സിൽ കുറേ പിള്ളേരിയ്ക്കുക, ഇവരിരുന്നിട്ട് വല്ലാണ്ട് ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഇൻറ്റേർണൽ എനർജി. അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഗ്യാസ് എടുത്തു എന്ന് പറഞ്ഞാൽ, പെർഫെക്റ്റ് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് നമുക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗ്യാസസും ഇപ്പോൾ ഞാൻ അതായത് അവർ ഇനേർട്ടായിട്ടിരിക്കും അല്ലേ, അതായത് ഫേസ് ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് നോക്കട്ടോ, പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണെന്നറിയോ ഗ്യാസിൽ വരുന്നത്, എപ്പോഴും സ്റ്റേറ്റ് ചേഞ്ച് അല്ലേ, അതായത് ഗ്യാസിൽ നിന്ന് ലിക്വിഡ് അല്ലെങ്കിൽ ലിക്വിഡിൽ നിന്ന് സോളിഡ്, അങ്ങനെ സ്റ്റേറ്റ് ചേഞ്ച് വരുമ്പോൾ മാത്രമേ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഗ്യാസിൽ എന്തുണ്ടാവുള്ളൂ, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവുള്ളൂ. മിക്ക സമയത്ത് എപ്പോഴും എന്താണ് ഉണ്ടാവുക, കൈനറ്റിക് എനർജിയാണ് ഉണ്ടാവുക. എന്തുകൊണ്ടാണ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ എന്തോ ഓരോ മോളിക്യൂൾസ് റാൻഡം ആയിട്ടിരിക്കുക. അപ്പോൾ ഗ്യാസ് എപ്പോഴും അൺറസ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അല്ലേ, അപ്പോൾ കൂടുതൽ എന്താ ഉണ്ടാവുക, കൈനറ്റിക് എനർജിയാണ് ഉണ്ടാവുക. സ്റ്റേറ്റ് ചേഞ്ച് വരുമ്പോൾ, അതായത് ഒരു രൂപത്തിൽ നിന്ന് വേറൊരു രൂപത്തിലേക്ക് വരുമ്പോൾ മാത്രമാണ് സാധാരണഗതിയിൽ ഒരു ഗ്യാസിന് ഞാൻ പറയാം പൊട്ടൻഷ്യൽ എനർജി ഉണ്ടെന്ന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പറയാം എനർജി എന്താ, സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സാധനം അല്ലേ. സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റത്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റാൻഡം മോഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇൻറ്റേർണൽ എനർജി എന്താണ്, ഒരു സ്റ്റേറ്റ് വേരിയബിളാണ് അല്ലേ. അത് ആദ്യം എത്ര പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര കൈനറ്റിക് എനർജി ഉണ്ടെന്നല്ലേ നമ്മൾ നോക്കുള്ളൂ. എനർജി ടോട്ടൽ നോക്കുമ്പോൾ അതെങ്ങനെ അച്ചീവ് ചെയ്തു എന്ന് നോക്കണ്ട, ഇല്ല. ദാറ്റ്സ് വൈ യു മേക്ക് ഇൻറ്റേർണൽ എനർജി ഇൻ ടു എ സ്റ്റേറ്റ് വേരിയബിൾ. ക്ലിയർ ആവുണ്ടാ അല്ലേ. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസിന് നമ്മൾ പറഞ്ഞു, കുറച്ച് നേരത്തെ പറഞ്ഞു തന്നെ അല്ലേ, ഒരു ഐഡിയൽ ഗ്യാസിന് ഞാൻ എടുത്തു വിചാരിക്കാം. ഒരു ഐഡിയൽ ഗ്യാസസിൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞാൽ അതൊരു ഇസ് എ ഫങ്ഷൻ ഓഫ് ടെമ്പറേച്ചറാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഞാൻ ടെമ്പറേച്ചർ കൂടുമ്പോൾ മാത്രം റാൻഡം ആയിട്ടുള്ള മോളിക്യൂൾസിന് മോഷൻ വരുള്ളൂ അല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ ആ ടെമ്പറേച്ചർ വല്ലാണ്ട് കൂടുമ്പോഴല്ലേ അതൊരു സ്റ്റേറ്റ് ചേഞ്ചിലേക്ക് വരുള്ളൂ അല്ലേ. അപ്പോൾ സാധാരണഗതിയിൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ എപ്പോഴും എന്തായിട്ട് എടുക്കുക, സീറോ. ഐഡിയൽ ഗ്യാസിൻ്റെ കേസാണ് പറയണത് പക്ഷേ റിയൽ ഗ്യാസിൻ്റെ കേസ് എടുത്തിട്ടില്ലേ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ internal energy in the case of ideal gases is a function of temperature. എന്തുകൊണ്ടാണ് ഇൻറ്റേർണൽ എനർജി കൈനറ്റിക് എനർജിയെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് മിക്ക സമയത്തും, ഏത് ഐഡിയൽ ഗ്യാസിൻ്റെ കേസ്. കേട്ടല്ലോ, റൈറ്റ് ക്ലിയർ ആവുണ്ടല്ലോ. പക്ഷേ റിയൽ ഗ്യാസസിനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. റിയൽ ഗ്യാസസ് ഐഡിയൽ ഗ്യാസ് അല്ല കേട്ടോ, റിയൽ ഗ്യാസസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജി രണ്ട് കാര്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ടെമ്പറേച്ചറിനെയും ഡിപ്പെൻഡ് ചെയ്യും, പിന്നെ വോള്യത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. റൈറ്റ്. അപ്പോൾ ഒരു ഐഡിയൽ ഗ്യാസസിൽ ഇൻറ്റേർണൽ എനർജി ഇസ് എ ഫങ്ഷൻ ഓഫ് ഓൺലി ടെമ്പറേച്ചർ. റിയൽ ഗ്യാസസ് റൈറ്റ് ഇൻറ്റേർണൽ എനർജി എന്തിനനുസരിച്ച് കൂടും, ടെമ്പറേച്ചറും വോള്യത്തിനനുസരിച്ച് എത്രത്തോളം വ്യാപ്തിയുണ്ട് അതിനെയും ഡിപ്പെൻഡ് ചെയ്യും. അറിഞ്ഞിരിക്കാം. ക്ലിയർ ആവുണ്ടോ? ക്ലിയർ റൈറ്റ്. ഇനി ഇതൊക്കെ നമുക്ക് ഇൻറ്റേർണൽ എനർജീൻ്റെ കേസുള്ളത് ജസ്റ്റ് ഇൻട്രഡക്ഷൻ കേട്ടോ. കഴിഞ്ഞാൽ ഇൻറ്റേർണൽ എനർജീൻ്റെ ഡൗട്ടുകളൊന്നും ഉണ്ടാവില്ലല്ലോ, വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. ഇനി എൻ്റെ കയ്യിൽ നമ്മൾ ഹീറ്റ് എനർജി, പൊട്ടൻഷ്യൽ എനർജി, വർക്ക് ഇടേണ്ട കേസുകളൊക്കെ വരാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലേക്കുള്ള പടിയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു പടം വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് നന്നായിരുന്നു. ഒരു ബാരൽ മാരിയിട്ടാണ് ഞാൻ വെച്ചിരിക്കണേ. ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ടേ. ഇതൊന്ന് വികലാംഗമാരി എഴുതിക്കോട്ടെ കേട്ടോ. കുറച്ച് ഗ്യാസ് അപ്പോൾ ഈ ഒരു പിസ്റ്റൺ ഇപ്പം ഞാൻ ഈ സിസ്റ്റത്തിനെ ഹീറ്റ് ചെയ്ത് വിചാരിക്കാം. അപ്പം നമ്മൾ കുറച്ച് ഹീറ്റ് എന്തിനാണ് ചെയ്യുക, ഈ ഗ്യാസസിൻ്റെ മോളിക്കുലർ ഓട്ടത്തിന് സഹായിക്കും അല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ഹീറ്റ് ചെയ്തു വിചാരിക്കുക. അപ്പോൾ മോളിക്യൂൾസ് എന്താ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടും. ഓടിയിട്ട് പിന്നെ എന്താ ചെയ്യുക, ഈ പിസ്റ്റണുമ്പോൾ വന്ന് ഇടിക്കില്ലേ. അപ്പോൾ കുറച്ച് ഹീറ്റ് ഇൻക്രീസ് ചെയ്തു, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യും. ആരുടെ ഇടോ, ഈ മോളിക്യൂൾസിൻ്റെ. അപ്പോൾ എന്താ, ഈ പിസ്റ്റൺ താഴേക്ക് വന്നൂല്ലോ. പിസ്റ്റൺ താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞാൽ ഈ പിസ്റ്റൺ ഇവിടെ അല്ലേ വന്നിരിക്കുക. അപ്പോൾ വേറെ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ? ഇല്ലേ, വോള്യം കൂടി അല്ലേ. അത് കുറവ് ഇവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ വോള്യം എന്താ ഇവിടം വരെ എത്തിയില്ലേ. സോ വോള്യം ഇൻക്രീസ്ഡ്. അപ്പോൾ എനിക്ക് പറയാം എന്ത് നടന്നു എന്ന്, അവിടെ വർക്ക് നടന്നു എന്ന് പറയാം. സം വർക്ക് ഹാസ് ബീൻ ഡൺ അല്ലേ. ഈ വർക്ക് ആരാ ചെയ്തത്,
അല്ല, നിങ്ങൾ ചൂടാക്കിയില്ലേ, ഇതിനെ ഹീറ്റ് ചെയ്തപ്പോൾ ഈ മോളിക്യൂൾസിന് കൈനറ്റിക് എനർജി, ടെമ്പറേച്ചർ കൂടി, കൈനറ്റിക് എനർജി കൂടി, അവരെല്ലാവരും കൂടി പിസ്റ്റണ് താഴേക്ക് വന്നു, വോളിയം കൂടി, വർക്ക് നടന്നു അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യം മനസ്സിലാക്കേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ പറയാം, കൈനറ്റിക് എനർജി അല്ലേ ഈസ് യൂസ് ടു ഡു സം വർക്ക് അല്ലേ. കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് വർ യൂസ് ടു ഡു സം വർക്ക് അല്ലേ. അപ്പോൾ ഒരു ചെറിയ കാര്യം എപ്പോഴും സൈഡിൽ എഴുതി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ വെൻ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തു അല്ലേ, എക്സ്പാൻഡ് ചെയ്തു നോക്കിയേ, വെൻ ഗ്യാസ് എക്സ്പാൻഡ്സ്, ഞാൻ വെൻ ഗ്യാസ് എന്ന് എഴുതുന്നില്ല, നിങ്ങൾ എഴുതിക്കോണം കേട്ടോ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്ത്, വോളിയം ഇൻക്രീസ് ചെയ്തു. അപ്പോൾ വർക്ക് ഈസ് ഡൺ ബൈ ഗ്യാസ് അല്ലേ. വോളിയം കൂടിയത് എന്തുകൊണ്ടാണ്? ഗ്യാസ് പണിയെടുത്തത്, നിങ്ങൾ പണിയെടുത്തത് അല്ല. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഞാൻ ഈ പിസ്റ്റൺ തള്ളിക്കഴിഞ്ഞാൽ ഇത് കംപ്രസ് ചെയ്യല്ലേ ചെയ്യുക, അപ്പോൾ കൈനറ്റിക് എനർജി കുറയും അല്ലേ. അപ്പോൾ എനിക്ക് പറയാം, കംപ്രസ് ചെയ്യുന്നു വിചാരിക്കുക. വെൻ ഗ്യാസ് കംപ്രസസ് ഓർ കോൺട്രാക്റ്റ് എന്ന് പറയാം അല്ലേ. വെൻ ഗ്യാസ് കോൺട്രാക്ട്സ്, ഇനി അങ്ങനെ ടെക്നിക്കൽ ടേം ആയിട്ട് തന്നെ ആയിരിക്കുമല്ലോ. വെൻ ഗ്യാസ് കോൺട്രാക്ട്സ് റൈറ്റ്, ഇറ്റ്സ് വോളിയം ഡിക്രീസസ്, ദാറ്റ് മീൻസ് വർക്ക് ഈസ് ഡൺ ഓൺ ഗ്യാസ് റൈറ്റ്. ഇത് വർക്ക് ഇവിടെ എഴുതാം കേട്ടോ, വർക്കിൻ്റെ കാര്യമാണ് പറയുന്നത് റൈറ്റ്. സോ എക്സ്പാൻഡ്, ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു, അതായത് വർക്ക് ചെയ്തിരിക്കുന്നത് ഗ്യാസാണ്. എന്നാൽ കോൺട്രാക്റ്റ് ചെയ്യാണ്, സിസ്റ്റം കോൺട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വോളിയം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, വർക്ക് ചെയ്തിരിക്കുന്ന ഗ്യാസിൻ്റെ മുകളിലാണ്. ക്ലിയർ ആവുണ്ടല്ലോ റൈറ്റ്, ക്ലിയർ. അപ്പം ഞാനൊരു കാര്യം കൂടി എഴുതി വയ്ക്കണം നോക്കിയേ. അപ്പം ഞാൻ കുറച്ച് ഹീറ്റ് കൊടുത്തു. വെൻ ഐ ഗീവ് ഹിം ഹീറ്റ് ഗിവൺ, 3 കണ്ടീഷൻ നോക്കട്ടോ. കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യുക എന്നതിൻ്റെ അർത്ഥം എന്താ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു എന്നല്ലേ അല്ലേ. വെൻ ഹീറ്റ് ഗിവൺ, ടെമ്പറേച്ചർ ഇൻക്രീസസ്, കൈനറ്റിക് എനർജി ഇൻക്രീസ്ഡ്. പൊട്ടൻഷ്യൽ എനർജി ചേഞ്ച് എങ്ങനെ വരുന്നിട്ടുള്ളത്, എപ്പോഴാണ് വരുന്നത്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രം. When there occurs a state change, that means the heat is given has contributed for potential energy change also right. പിന്നെ വോള്യത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, ഞാൻ ചെയ്തിട്ടുള്ളത് എന്തോ വർക്കിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊടുത്ത ഹീറ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം ആവാം, വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ആവാം, അല്ലെങ്കിൽ ബൈ ദ ഗ്യാസ് ആവാം. ക്ലിയർ ആവുണ്ടാം. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ എനിക്ക് തോന്നുന്നില്ലേ മനസ്സിലാവും. കേട്ടല്ലോ റൈറ്റ്, ക്ലിയർ. അപ്പോൾ ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ പറയണത് ശ്രദ്ധിക്കണം റൈറ്റ്. ഇനി സ്പെസിഫിക് കീൻ്റെ ഭാഗങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ. ഇനിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, ഇത്രയും ഡീറ്റെയിൽ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ല കേട്ടോ, അത് മനസ്സിലാക്കണം. ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കൊടുക്കും എന്താ മനസ്സിലാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുക്കാൻ പോകണം കേട്ടോ. ഒരു തെർമോഡൈനാമിക്സ് പ്രോസസ്സ് നടന്നു, ഒരു പ്രക്രിയ നടന്നു. അപ്പോൾ ഒരു സിസ്റ്റത്തിലാണ് ആ പ്രക്രിയ നടന്നത്. അപ്പോൾ 2 ഇക്വിലിബ്രിയം സ്റ്റേറ്റുകളാണ്, ഇക്വിലിബ്രിയം 1ഉം ഇക്വിലിബ്രിയം 2 എന്ന് പറഞ്ഞിട്ട് 2 സ്റ്റേറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഒരു സ്റ്റേറ്റ് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിന്ന് വേറൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് ഞാൻ ആ സിസ്റ്റത്തിനെ കൊണ്ടുപോകുക. അതായത് 2 ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാലേ ആ നേരത്ത് സ്റ്റേബിളായിരിക്കുക എന്നുള്ളത്. അതിൻ്റെ അർത്ഥം വേറെ സ്റ്റേബിലിറ്റി കിട്ടില്ല എന്നല്ല. ഇപ്പം നോക്കിയേ, ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചു, ഞാൻ വയറ് നിറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എനിക്ക് പിന്നെയും ഒരു അരമണിക്കൂർ കഴിഞ്ഞ് പിന്നെയും തിന്നാൻ പറ്റുമല്ലോ റൈറ്റ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു, അയ്യോ എൻ്റെ വയറ് നിറഞ്ഞു, എനിക്കിനി തിന്നാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അതെൻ്റെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഇപ്പം എത്തി. കുറച്ച് നേരം കഴിഞ്ഞ് എൻ്റെ വയറ് കൊഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ, പിന്നെയും എനിക്ക് കുറച്ചും കൂടി കഴിച്ചാൽ പിന്നെയും എനിക്ക് എന്താ ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റ് കൂടി എത്താം അല്ലേ. അതുമാതിരി ഐ ഹാവ് 2 സ്റ്റേറ്റ്സ് ഓഫ് ഇക്വിലിബ്രിയം ഫോർ എ സിംഗിൾ സിസ്റ്റം. ഒരു സിസ്റ്റത്തിന് 2 ഇക്വിലിബ്രിയം സ്റ്റേറ്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണ് ആണല്ലോ. അപ്പോൾ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഓർമ്മ ഉണ്ടോ, PV = nRT എന്ന് അല്ലേ. അപ്പോൾ ഞാനൊരു ഐഡിയൽ ഗ്യാസിൻ്റെ കേസ് തന്നെയാണ്, അതിന് 2 ഇക്വിലിബ്രിയം കണ്ടീഷൻസ് ഞാൻ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഇക്വിലിബ്രിയം ഫസ്റ്റ് കണ്ടീഷന് ഞാൻ എഴുതാൻ പോണത് P1V1 = nRT1. ഇത് ഫസ്റ്റ് സ്റ്റേറ്റിനും. സെക്കൻഡ് സ്റ്റേറ്റിന് ഞാൻ എഴുതുന്നത് P2V2 = nRT2 എന്നാണ് റൈറ്റ്. ഇത് രണ്ടാമത്തെ സ്റ്റേറ്റിൽ റൈറ്റ്, ക്ലിയർ. അപ്പോൾ ഈ ചേഞ്ചാണ് ശരിക്കും വരേണ്ടത്. P1 നിന്ന് P2ലേക്ക് പ്രഷർ മാറും, ടെമ്പറേച്ചർ T1 നിന്ന് T2ലേക്ക് വരണം, വോള്യം V1 നിന്ന് V2ലേക്ക് വരണം അല്ലേ റൈറ്റ്, ക്ലിയർ. അപ്പോൾ ഇക്വിലിബ്രിയം ഒരു എന്തൊക്കെയോ കുറേ പ്രോസസ്സ് ചെയ്യണം അല്ലേ. എന്തിനു വേണ്ടിയിട്ട്, ഈ ഇക്വിലിബ്രിയം 1 നിന്ന് ഇക്വിലിബ്രിയം 2ലേക്ക് വരണം അല്ലേ.
അപ്പോൾ ഈ കണ്ടീഷൻസ് ഉണ്ടാവുമല്ലോ, കുറച്ച് കണ്ടീഷൻസ് ഉള്ളിലാണ് ഈ ചേഞ്ച് ഉണ്ടാവണം. ഇക്വിലിബ്രിയം 1 to ഇക്വിലിബ്രിയം 2. ആ ചേഞ്ചുകൾ എടുക്കുന്ന അല്ലെങ്കിൽ ആ കണ്ടീഷൻസ് ഉണ്ടല്ലോ, അതിനെ പറയുന്നതാണ് പാത്ത് ഓഫ് പ്രോസസ്സ്. എന്താണ് പാത്ത് ഓഫ് പ്രോസസ്സ്? റൈറ്റ്, കണ്ടീഷൻസ് അണ്ടർ വിച്ച് ദ ചേഞ്ച് ടേക്സ് പ്ലേസ്. റൈറ്റ്, എന്ത് ചേഞ്ചാ? ചേഞ്ച് ഓഫ് മൂവിങ് ദ സിസ്റ്റം ഫ്രം വൺ ഇക്വിലിബ്രിയം കണ്ടീഷൻ ടു അനദർ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അല്ലേ? അപ്പോൾ ആ കണ്ടീഷൻസ് എന്ത് കണ്ടീഷനിൽ വെച്ചിട്ടാണ് ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലേക്ക്, അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഫസ്റ്റ് സെക്കൻഡ് ഞാൻ സെക്കൻഡ് വെറുതെ പറയണതാണ് ഈ നമ്പറുകൾ. ഒരു സ്റ്റേറ്റിൽ നിന്ന്, ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് വേറൊരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ കുറേ കണ്ടീഷൻസ് കൂടെയാണത് പോകുന്നത്, ആ ചേഞ്ചസ് വരുന്നത്. അല്ലേ? ആ ചേഞ്ച് വരുന്ന കുറേ കണ്ടീഷൻസ് കൂടെ പാസ് ചെയ്തിട്ടാണ്. ആ കണ്ടീഷൻസിനെ പറയുന്നതാണ് എന്ത്? പാത്ത് ഓഫ് പ്രോസസ്സ്. ക്ലിയർ ആവുന്നുണ്ട് ഞാനിരിക്കുന്നത്? കുഴപ്പമില്ലല്ലോ. അപ്പോൾ ഞാനൊരു ഗ്രാഫ് മാതിരി വരച്ചിട്ട് നമുക്കത് വെച്ചിട്ട് ഇനി പറയാം കേട്ടോ. ഇത് P, ഇത് V, ഇത് 1, ഇത് 2. മനസ്സിലായില്ല? രണ്ട് ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ. അപ്പോൾ 1 നിന്ന് രണ്ടാമത്തെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോകാൻ 3 വഴികളാണ്. ഇത് ഒരു വഴി A, ഇത് രണ്ടാമത്തെ വഴി, ഇത് B, C. അല്ലേ? 3 വഴികൾ നമ്മൾ തീരുമാനിക്കുകയാണ്. 3 വഴിയിൽ കൂടെ ഒരു സിസ്റ്റത്തിന് എന്തിൽ നിന്നെടുക്കാം? ആദ്യത്തെ ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് രണ്ടാമത്തെ ഇക്വിലിബ്രിയം സ്റ്റേറ്റ്. ഇപ്പോൾ നമുക്ക് പറയില്ല, 3 റൂട്ടുകളുണ്ട് ഒരേ ഡെസ്റ്റിനേഷനിലേക്ക്, ഒരു സ്ഥലത്ത് നിന്ന്. അല്ലേ? ഇപ്പം ഞാൻ എടുക്കാമെന്ന് വെച്ചോ, അപ്പം ഞാൻ പറയാം കേട്ടോ, 1 to 2 പ്രോസസ്സിന്, അല്ലെങ്കിൽ 1 നിന്ന് 2ലേക്ക് പോകാം. അതിനെ ഞാൻ പറയണത് ഫോർവേഡ് പാത്ത് എന്ന് പറയണം കേട്ടോ. 1 നിന്ന് 2ത്തെ സ്റ്റേജിലേക്കാണ് പോകണമെങ്കിൽ അതിന് ഞാൻ ഫോർവേഡ് പാത്ത് എന്ന് പറയും. അതൊക്കെ കോമൺ സെൻസ് അല്ലേ? അപ്പോൾ 2 to 1നെ ഞാൻ എന്ത് പറയും? റിവേഴ്സ് പാത്ത് എന്ന് പറയും. സ്പെല്ലിംഗ് തെറ്റിപ്പോയി, എനിക്കിനി വായിക്കാൻ വയ്യ കേട്ടോ. റൈറ്റ്, അപ്പോൾ എപ്പോഴാണ് ഞാനൊരു പ്രോസസ്സ് റിവേഴ്സിബിൾ ആണെന്ന് പറയാം? അതായത് എങ്ങനെ? 1 നിന്ന് 2ലേക്ക് പോയിട്ട് 2 നിന്ന് 3ലേക്ക് തിരിച്ച് അപ്പം തന്നെ പോകാൻ പറ്റും, അല്ലെങ്കിൽ തിരിച്ച് വരാൻ കഴിയുകയാണെങ്കിൽ ഐ വിൽ സേ ഇറ്റ്സ് എ റിവേഴ്സിബിൾ പ്രോസസ്സ്. Right? If a system can move from first equilibrium state to second equilibrium state and from second to back to first equilibrium state, then I will say it is a reversible process. കേട്ടോ? അല്ലേ? നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുള്ളതല്ലേ? ഇപ്പോൾ എന്താണ്, 2 റിയാക്ടൻസ് കൂടിയിട്ട് ഒരു ഡോട്ടർ മോളിക്കിൾ ഉണ്ടാവുകയാണെങ്കിൽ ഡോട്ടർ മോളിക്കിളിൽ നിന്ന് പിന്നെയും റിയാക്ടൻസ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ പറയാം റിവേഴ്സിബിൾ കെമിക്കൽ റിയാക്ഷനാണ്. അത്ര തന്നെ ഉള്ളോ? റൈറ്റ്. എന്നാൽ 1 നിന്ന് 2ലേക്ക് പോയിട്ട് 2 നിന്ന് തിരിച്ച് 1ലേക്ക് പോകാൻ കഴിയില്ലെങ്കിൽ അതെന്തായിരിക്കും? ഇറവേഴ്സിബിൾ പ്രോസസ്സ്. അല്ലേ? ക്ലിയർ ആവുണ്ടെന്ന് നോക്കിനെ. അത് ഇതിൽ നോക്കിയേ, ഇപ്പോൾ 1 നിന്ന് 2ലേക്ക് ഞാൻ A എന്ന പാത്തിൽ കൂടെയാണ് പോകണമെന്ന് വിചാരിക്കാം. ക്ലിയർ? അപ്പോൾ എന്താ, കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ? ഈ 2 നിന്ന് 1ലേക്ക് പോണത് C കൂടെയാണെന്ന് വിചാരിക്കാം. A കൂടെ അല്ല, C കൂടെ. അപ്പോൾ എന്താ എനിക്ക് പറയാം, എന്താ പാത്ത് Aയിലും പാത്ത് Cയിലും വന്നത് ഇറിവേഴ്സിബിൾ പ്രോസസ്സാണ്. മനസ്സിലായ? റിവേഴ്സിബിൾ അല്ല. എന്തുകൊണ്ടാണ്? 1 നിന്ന് 2ലേക്ക് പോകുമ്പോൾ ഈ വഴി കൂടെ പോയത്, 2 നിന്ന് 1ലേക്ക് പോയപ്പോൾ ഈ വഴി കൂടെ പോയത്, ഒരേ വഴി കൂടെ അല്ല പോയത്. റൈറ്റ്? 1 to 2 you are going through A, 2 to 1 you are going through C. So that is an irreversible process. എന്നാൽ 1 to 2ൽ നിങ്ങൾ A കൂടെയും 2 to 1ൽ കൂടെ എത്താൻ വേണ്ടി നിങ്ങൾ ഒരേ പാത്ത് തന്നെയാണ് എടുത്തുന്നെങ്കിൽ അത് റിവേഴ്സിബിൾ പ്രോസസ്സാണ്. ക്ലിയർ ആവണ്ടാ? റൈറ്റ്? കുഴപ്പമില്ലല്ലോ അല്ലേ? അപ്പം മിക്ക നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മളെ ചുറ്റുപാട് കാണുന്നത് എന്ത് ടൈപ്പ് പ്രോസസ്സാണ്? റിവേഴ്സിബിളാണോ ഇറിവേഴ്സിബിളാണോ? ഇറിവേഴ്സിബിളാണ് കേട്ടോ. ക്ലിയർ? റൈറ്റ്? ക്ലിയർ? അപ്പോൾ നമ്മൾക്ക് സാധാരണ ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോണ ഈ മിക്ക ഇക്വിലിബ്രിയം, തെർമോഡൈനാമിക്സ് ഇക്വിലിബ്രിയം പഠിക്കുന്നതിൽ എല്ലാ പ്രോസസ്സും സാധാരണഗതിയിൽ നമ്മളെടുക്കാൻ പോകുന്നത് സ്ലോ, റൈറ്റ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള വർക്കുകൾ അല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റ് പ്രോസസ്സും പിന്നെ സിസ്റ്റം ഇക്വിലിബ്രിയത്തിലാണെന്ന് വിചാരിച്ചിട്ടാണ് ഇനി പഠിക്കാൻ പോകണം. മിക്ക കണ്ടീഷനിലും നമ്മൾ തെർമോഡൈനാമിക്സ് പഠിക്കാൻ പോകണം കേട്ടോ. റൈറ്റ്? ഇൻ ഇക്വിലിബ്രിയം തെർമോഡൈനാമിക്സ് നമ്മൾ ഓൾ ദ പ്രോസസ് ആർ അസ്യൂംഡ് ടു ബി ടേക്കിംഗ് പ്ലേസ് in sufficiently slow so that they take place in an instant and usually the system is in equilibrium. Clear ആയാ? കുഴപ്പമില്ലല്ലോ. റൈറ്റ്. ഇനി കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു ഫസ്റ്റ് ലോ തെർമോഡൈനാമിക്സിൽ ചാടിനേക്കാൾ മുമ്പ് ഞാൻ പറഞ്ഞല്ലോ തെർമോഡൈനാമിക്സ് ഞാൻ വൃത്തിയായിട്ട് നല്ല ഇത്ര നീണ്ട് നിവർന്ന് എടുക്കുന്നത് ആ ചാപ്റ്റർ ഇത്തിരി നല്ല വൃത്തിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി കുറച്ച് അറിയേണ്ടത് PV ഡയഗ്രാം. ഈ ഡയഗ്രാം റെക്കോർഡ് ചെയ്യണ സമയത്ത് ഞങ്ങളോട് നല്ല കാറ്റാണ്, അപ്പോൾ ശബ്ദം ഉണ്ടാവും കേട്ടോ കാറ്റിൻ്റെ. ഓക്കെ.
അപ്പോൾ പി വി ഡയഗ്രാം അല്ലെങ്കിൽ നമ്മളിതിനെ പറയാം ഇൻഡിക്കേറ്റർ ഡയഗ്രാം. ഇതൊക്കെ നമുക്ക് പിന്നെ ആവശ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കേൾക്കാൻ പാടില്ല, അതുകൊണ്ടാണ് ആ ഭാഗങ്ങളൊക്കെ അത് ഇൻട്രൊഡക്ഷൻ. ഡ്രോ പി വി ഡയഗ്രാം അല്ലെങ്കിൽ ഡ്രോ ആൻ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ വിളിച്ചിരിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എന്താണ് പി വി ഡയഗ്രാം? നമുക്ക് തന്നെ അറിയാം എന്താ. പ്രഷർ വേരിയേഷനും വോള്യൂം ചേഞ്ചിനും ഈ ഗ്രാഫിക്കലായി റെപ്രസെൻ്റ് ചെയ്യുന്ന ഡയഗ്രത്തിനെയാണ് പി വി ഡയഗ്രാം അല്ലെങ്കിൽ ഇൻഡിക്കേറ്റർ ഡയഗ്രാം എന്ന് പറയാം. കേട്ടോ, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഇത്ര എന്തെങ്കിലും പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്? പി വി ഡയഗ്രാം, ഏരിയ അണ്ടർ പി വി ഡയഗ്രാം അല്ലെങ്കിൽ പി വി ഗ്രാഫ് അങ്ങനെ എഴുതാം. ഇറ്റ് ഗിവ്സ് യു വർക്ക്. ഒരു തെർമോഡൈനാമിക് പ്രോസസ്സിലെ വർക്ക് കിട്ടും എന്താണ്? പി വി ഡയഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഏരിയ അണ്ടർ പി വി ഡയഗ്രാം ഇൻഡിക്കേറ്റ്സ് വർക്ക് ഡൺ ഡ്യൂറിങ് ആ തെർമോഡൈനാമിക് പ്രോസസ്സ്. അപ്പോൾ ഓർമ്മണ്ട, ഇതും രണ്ടെണ്ണം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതിക്കണം വെച്ച് കഴിഞ്ഞാൽ ഇത് കെമിസ്ട്രിയിൽ തലതിരിച്ചിട്ടാണേ. അപ്പോൾ ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്ത കാര്യം ഓർമ്മണ്ട? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ഓർമ്മണ്ട? എന്താണ്? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വോള്യൂം ഇൻക്രീസ് ചെയ്യും. അപ്പോൾ വർക്ക് ഡൺ മുകളിലാണ് എഴുതിയത്. വർക്ക് ഞാൻ ഇവിടെ എഴുതാട്ടോ, അങ്ങനെയല്ല എഴുതിയത്. വർക്ക് ഈസ് ഡൺ ബൈ ദ ഗ്യാസ് അല്ലേ? ഓർമ്മണ്ട? വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. ഇനി ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യാണ്, പോസിറ്റീവായിട്ട് എഴുതണം കേട്ടോ. ക്ലിയർ ആവുണ്ടോ? എപ്പോഴും വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണ് പണിയെടുക്കുന്നതിൽ ആ വർക്കിനെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇനി ഗ്യാസ് കോൺട്രാക്ട് ചെയ്യുന്നത് ജീന്ന് എഴുതിയിരിക്കുന്ന ഗ്യാസ് ആണ് കേട്ടോ. അപ്പോൾ എന്താ? വോളിയം ഡിക്രീസ് ചെയ്യാണ്. വർക്ക് ഈസ് ഡൺ ഓൺ ഗ്യാസ്. ആരെങ്കിലും പുറത്തുനിന്ന് അല്ലേ, പുറത്തുനിന്ന് നമ്മുടെ പിസ്റ്റൺ തള്ളുകയാണെങ്കിൽ അപ്പം നമ്മളാണ് ഗ്യാസിൻ്റെ മുകളിൽ പണിയെടുത്തത് അല്ലേ, അങ്ങനത്തെ വർക്കിനെ നമ്മൾ നെഗറ്റീവായിട്ട് എടുക്കണം കേട്ടോ. ക്ലിയർ ആയ? ഇപ്പോൾ നിങ്ങൾ നേരത്തെ എഴുതിയാൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ രണ്ടാമത് എഴുതാം കേട്ടോ. അപ്പം ചാടിക്കയറി ഇത് പറഞ്ഞാൽ ശരിയാവില്ല, അതുകൊണ്ടാണ് കേട്ടല്ലോ. സോ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് പോസിറ്റീവും വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് നമ്മൾ നെഗറ്റീവായിട്ടാണ്. കെമിസ്ട്രിയിൽ എനിക്ക് തോന്നുന്നു തലതിരിച്ചിട്ടാണ് ചെയ്യുന്നതാണ് കേട്ടോ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ നോക്കിയേ. ഇപ്പോൾ നമുക്ക് പറയാം, ഇതാണൊരു പിസ്റ്റൻ്റെ സംഭവം. ഞാൻ വരയ്ക്കട്ടെ, ഡബ്ബി അങ്ങോട്ടോ ഉദ്ദേശിച്ചു കേട്ടോ. അപ്പോൾ ആദ്യം ഇങ്ങനെയായിരുന്നു, ചൂടാക്കിയത് കൊണ്ടോ എന്തോ കാരണം കൊണ്ട് ഈ ഗ്യാസ് ഇതിനെ തള്ളി, പിന്നെ തള്ളിക്കഴിഞ്ഞപ്പോൾ ഈ പിസ്റ്റൺ താഴോട്ട് വന്നു. ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് വരുന്നത് ഞാൻ ഡെൽറ്റ എക്സ്, അതായത് ഇതിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ പിസ്റ്റൻ്റെ, അത് എന്നിട്ട് ഇവിടേക്ക് എത്തി. അപ്പോൾ പിസ്റ്റൺ ഡിസ്പ്ലേസ് ചെയ്തത് ഡെൽറ്റ എക്സ് ആണെന്ന് വിചാരിക്കുക. പി പ്രഷറാണ് എക്സേർട്ട് ചെയ്യപ്പെട്ടത്. സപ്പോസ് ഈ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദിസ് എൻറ്റയർ സിസ്റ്റം ഇസ് എ. അപ്പം നമുക്കറിയാലോ വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ എന്താണോ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഞാനിങ്ങനെ ഡിസ്ക് എന്നൊക്കെ എഴുതുള്ളൂ കേട്ടോ. അപ്പോൾ ഫോഴ്സിന് എനിക്ക് എന്ത് എഴുതാമെന്ന് പഠിച്ച ഓർമ്മ ഉണ്ടാ? പ്രഷർ ഇൻറ്റു ഏരിയ എന്ന് എഴുതാം. അപ്പോൾ പി ഇൻറ്റു എ, ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ എത്ര വരുന്നത്? ഡെൽറ്റ എക്സ്. ഈ ഏരിയ ഇൻറ്റു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് എന്ത് എഴുതാം? വോള്യൂം എന്ന് എഴുതാം അല്ലേ? അപ്പോൾ ചേഞ്ച് ഇൻ വോള്യൂം പി ഇൻറ്റു ഡെൽറ്റ വി. അപ്പോൾ വർക്ക് ഡൺ ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇൻറ്റു ഡെൽറ്റ വി. ഇത് നല്ല ഇമ്പോർട്ടൻ്റ് ഇക്വേഷനാണ് കേട്ടോ. ഈ വർക്ക് ഡൺ എന്താ പോസിറ്റീവ് ആയിരിക്കും. എന്ത്? വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് ആണെങ്കിൽ, ഓൺ ദ ഗ്യാസ് ആണെങ്കിൽ ഇത് നെഗറ്റീവ് ആയിരിക്കും. ഇത് ഞാൻ പറയേണ്ട കാര്യമല്ലോ. ഇനി നമുക്കറിയാം വേരിയബിൾ ടൈപ്പ് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വർക്ക് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എന്താ ചേഞ്ച് ചെയ്യണം? വോള്യൂം അല്ലേ. അപ്പോൾ വോള്യൂം V1 to V2 P dV കേട്ടോ. ക്ലിയർ? ഈ രണ്ട് ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഗ്രാഫിക്കലായിട്ടും കാണിക്കാമല്ലോ. ഇത് പി, ഇത് വോള്യത്തിൻ്റെ. അപ്പോൾ ഇത് P1, ഇതിന് കറസ്പോണ്ടിങ് V1, ഇത് P2, ഇത് കറസ്പോണ്ടിങ് ഇവിടെ വെക്കാം. V2 വോള്യം അല്ലാണ്ട് കൂടിയ മാതിരി കാണിക്കാം. അപ്പോൾ കറസ്പോണ്ടിങ് അവിടെ P1 ഉണ്ട്, ഇതൊരു പോയിൻ്റ്. V2 ഇതിൻ്റെ ഓക്കെ. അതിങ്ങനെ സ്ട്രെയിറ്റ് കുഴപ്പമില്ലല്ലോ. പിയും വിൻ്റെ ചേർന്ന് ചെയ്തു. ഓക്കെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ആദ്യത്തെ ഇക്വലിബ്രിയം. കണ്ടോ? പിയും വിൻ്റെ പോയിൻ്റ് ഇതല്ലേ വരിക? P1 V1, ഇത് P2 V2 അല്ലേ പോയിൻ്റ്. അപ്പോൾ കണ്ട ഇങ്ങനെ പോവാന്ന് വിചാരിക്കും. സോ 1 to 2 ഫസ്റ്റ് ഇക്വലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് ഇക്വലിബ്രിയം സ്റ്റേറ്റിലേക്ക് പോവാം അല്ലേ.
അപ്പോൾ 1 to 2 എന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറയണേ, എൻ്റെ വോള്യം അല്ലേ, എൻ്റെ വോള്യം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ സിസ്റ്റത്തിൻ്റെ വോള്യം അല്ലേ. പ്രഷർ പുറത്തപ്പോൾ വോള്യം V1 നിന്ന് V2ലേക്ക് മാറിയുന്നുണ്ട് അല്ലേ. അപ്പോൾ എക്സ്പാൻഷൻ അല്ലേ വരുന്നത്, റൈറ്റ്. അപ്പോൾ ഞാൻ പറയുകയാണ് കേട്ടോ, 1 to 2 പ്രോസസ്സിന് ഞാൻ പോസിറ്റീവ് വർക്ക് ഡൺ നടന്നു എന്നാണ് പറയാം. ഇത് എക്സാമ്പിൾ മാത്രമാണ് കേട്ടോ, എപ്പോഴും അല്ല. ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത്, ഇവിടെ ഞാൻ ഓൾറെഡി അസ്യൂം ചെയ്യണത് ഇനീഷ്യൽ പ്രഷർ V1 ആയിരുന്നു. അപ്പോൾ പ്രഷർ ഗ്യാസിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഹീറ്റ് കൊടുത്തു കാരണം ഇവിടെ കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്തു, പ്രഷർ ഇൻക്രീസ് ചെയ്തിട്ട് P1 ആയിരുന്നത് P2ലേക്ക് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ വോള്യം ഇൻക്രീസ് ചെയ്തു V1 നിന്ന് V2ലേക്ക്, അതായത് ദർ ഹാസ് ബീൻ എൻ എക്സ്പാൻഷൻ. ദാറ്റ്സ് വൈ ഐ എം ടേക്കിംഗ് സ്റ്റേറ്റ് 1 to 2 വരുമ്പോൾ അതൊരു പോസിറ്റീവ് വർക്കാണ് നടന്നത്. അങ്ങനെയാണെങ്കിൽ 2 to 1 എന്തായിരിക്കും, അത് നെഗറ്റീവ് വർക്ക് ഡൺ. 2 to 1 എന്ന് പറയുന്നത് എന്താണോ, തിരിച്ച് ഈ പിസ്റ്റൺ ഇവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇങ്ങോട്ട് തള്ളിയിട്ടുണ്ടാവണം, വേണ്ടേ. സോ വർക്ക് ഈസ് ഡൺ ഓൺ ദ സിസ്റ്റം ഓർ ഓൺ ദ ഗ്യാസ് എന്ന് പറയും. ക്ലിയർ ആവുന്നുണ്ടോ, റൈറ്റ്. സോ വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ ബൈ ദ ഗ്യാസ് ഈസ് പോസിറ്റീവ്. വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ഓർ ഓൺ ദ സിസ്റ്റം ഈസ് ടേക്കൺ ആസ് നെഗറ്റീവ്. കുഴപ്പമില്ലല്ലോ, ഇതങ്ങനെ തന്നെ എഴുതി വെച്ചോണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് കെമിസ്ട്രിയിൽ ഡൗട്ട് വരാറുണ്ട്. ഇതൊരു ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വിട്ടുപോയതാണ്. നമ്മൾ ഇൻറ്റേർണൽ എനർജി എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് പഠിച്ച് ഓർമ്മയുണ്ട്, യു സം ഓഫ് പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി എന്നൊക്കെ എഴുതി വെച്ചു അല്ലേ. അപ്പോളേ സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും ഡീൽ ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് പൊട്ടൻഷ്യൽ എനർജി, അതായത് ഈ നിമിഷത്തിലെ പൊട്ടൻഷ്യൽ എനർജി വെച്ചിട്ട് നമ്മൾ പഠിക്കാറില്ല കേട്ടോ. നമ്മളെപ്പോഴും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് നോക്കാറ്. യു ഓൾവേസ് ഡീൽ വിത്ത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ റാദർ ദാൻ പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിൻറ്റ്. എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, എന്നാലും പൊട്ടൻഷ്യൽ എനർജി അറ്റ് എ പോയിൻ്റ് എന്നുകൊണ്ട് നമ്മൾ പഠിക്കില്ല കേട്ടോ. നമ്മളെപ്പോഴും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചിട്ടാണ് കേട്ടോ പഠിക്കുക, കേട്ടല്ലോ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് പോയിൻറ്റ്. ക്ലിയർ. അപ്പോൾ ഡെൽറ്റ യു ആണ് കൂടുതലും കാണുക റാദർ ദാൻ യു എന്ന പോയിൻറ്റിനേക്കാൾ. ക്ലിയർ, റൈറ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളെപ്പോഴും ഒരു ചേഞ്ച് ഇൻ സിസ്റ്റമാണ് എപ്പോഴും പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ മാതിരി നമുക്ക് എന്തിനാണ് ഈ രാമായണം മുഴുവൻ പഠിച്ചത്, നമ്മൾ പറഞ്ഞു വിൽ ഗോ ഫോർ വാട്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ കിടന്നിട്ട് കഷ്ടപ്പെട്ട് ഇതൊക്കെ എഴുതിയത്. ഏറ്റവും എളുപ്പമുള്ളൊരു ലോ ആണ് കേട്ടോ, നമ്മുടെ സീറോത്ത് ലോ എന്തായാലും ഇനി പറയണ്ടല്ലോ. അപ്പോൾ മീൻസ് സീറോത്ത് ലോ കഴിഞ്ഞിട്ടുള്ള ലോ ആണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. 4 ലോ ആണുള്ളത്, പക്ഷേ നിങ്ങൾക്ക് പഠിക്കാൻ 2 ഉള്ളൂ കേട്ടോ, ഫസ്റ്റും സീറോത്ത് ലോ ഉള്ളു. സന്തോഷിച്ചോ? നിങ്ങൾ ഡിഗ്രിയിലൊക്കെ പോകുമ്പോഴാണ് ഇനി കെമിസ്ട്രി എടുക്കുന്നുണ്ടെങ്കിൽ കെമിസ്ട്രി ഫിസിക്സിൻ്റെ ഇതിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം ഡീറ്റെയിൽ ഇനി പഠിച്ചാൽ മതി കേട്ടോ. ഓക്കെ, എവിടെ വരെ എത്തി? ഞാൻ എന്തോ പറയാമെന്ന് പറഞ്ഞു പോയി. ഇപ്പോൾ ഒരു സിസ്റ്റം ഉണ്ട് വിചാരിക്കുക, അതൊന്നെങ്കിൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് വലിച്ചെടുക്കും അല്ലെങ്കിൽ പുറത്തേക്ക് തള്ളും അല്ലേ. ആ ഹീറ്റ് ഇപ്പോൾ വലിച്ചെടുക്കുന്ന എക്സാമ്പിളാണ് പറയാൻ ഏറ്റവും എളുപ്പം, അതുകൊണ്ട് ഞാനത് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് ഒരു സിസ്റ്റം വിചാരിക്കട്ടെ, അതിലേക്ക് ഞാൻ ഹീറ്റ് കൊടുത്തു എന്ന് വിചാരിക്കാം. ഈ ഹീറ്റ് കൊടുക്കുന്നത് കുറച്ച് അതെന്തായാലും ആ സിസ്റ്റം പണിയെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഇറ്റ് വാണ്ട്സ് ടു ഡൂ സം വർക്ക്. കൂടാതെ കുറച്ച് എനർജി എന്തിനാണ് യൂസ് ചെയ്യുക, അതിൻ്റെ ഉള്ളിൽ തന്നെ മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ മലയാളത്തിൽ അല്ലെങ്കിൽ ശരിക്കുള്ള ടെക്നിക്കൽ പറയുകയാണെങ്കിൽ ഇൻറ്റേർണൽ എനർജി കൂട്ടാനാണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് ഫസ്റ്റ് ലോ, ഒന്നുകൂടി ശ്രദ്ധിക്കുക കേട്ടോ. Right, when a system absorbs or rejects heat, right, the heat is used partly for changing its internal energy of the system and partly for doing work. Right, ഒന്നുകൂടി ഇക്വേഷൻ എഴുതുമ്പോൾ എല്ലാം മനസ്സിലായി അല്ലേ. ഹീറ്റ് അബ്സോർബ്ഡ് ഇതാന്ന് വിചാരിക്കാം. പാർട്ട്ലി ദിസ് എനർജി ഈസ് യൂസ്ഡ് ഫോർ ഇൻക്രീസിങ് ഇൻറ്റേർണൽ എനർജി ഡെൽറ്റ യു പ്ലസ് പാർട്ട്ലി ഫോർ ഡൂയിങ് വർക്ക്. ഇതാണ് first law of thermodynamics. Delta Q is equal to delta U plus delta W. Right? Clear? ഈ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നതാണ് നമ്മൾ കുറച്ച് ഹീറ്റ് അബ്സോർബ് ചെയ്തോ അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഹീറ്റിൻ്റെ. ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണോ ചേഞ്ച് ഇൻ എനർജി, ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് എന്താ വർക്ക് ഡൺ. ക്ലിയർ? ഇത് കൺസർവേഷൻ എനർജീൻ്റെ അനുസരിച്ച് ബേസ് ചെയ്തിട്ട് തന്നെ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. അല്ല എനർജി ഒന്നും ലൂസ് ചെയ്യണില്ല, എനർജി കൊടുക്കുന്നത് കുറച്ച് അത് അതിൻ്റെ സ്വന്തം പണിക്കും ഉപയോഗിക്കും, കുറച്ച് പണിയെടുക്കാം പുറത്തേക്ക് പണിയെടുക്കാനും കുറച്ച് അതിൻ്റെ സ്വന്തം ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്യാൻ വരും യൂസ് ചെയ്യും. റൈറ്റ് അല്ലേ. ഇനി ഒരു സിസ്റ്റം എന്താണ് അബ്സോർബ് എന്ന് പറയില്ലേ, ടോട്ടൽ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യില്ലേ,
ആ അബ്സോർബ് ഇതിനെ നമുക്ക് എന്തൊന്നും പറയാറുണ്ട്, എൻതാൽപ്പി എന്നും പറയാറുണ്ട്. എന്താണ് എൻതാൽപ്പി? ടോട്ടൽ ഹീറ്റ് അബ്സോർബ്ഡ് ഓർ റിജക്റ്റഡ് ബൈ എ സിസ്റ്റം ഇസ് കോൾഡ് എൻതാൽപ്പി. റൈറ്റ്. അപ്പോൾ ശരിക്കും എന്താ ഫസ്റ്റ് ലോ ചെയ്യണത്? ഹീറ്റ്, വർക്ക്, പിന്നെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി, ഈ മൂന്നെണ്ണത്തിൻ്റെയും റിലേഷൻ പറയുന്നതാണ്. റൈറ്റ്. പക്ഷേ ഈ ലോ ഒരിക്കലും പറഞ്ഞില്ല കേട്ടോ എന്ത് കണ്ടീഷനിലാണ് ഹീറ്റ് കൺവേർട്ട് ചെയ്യണ വർക്കിലേക്കോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് പറയില്ല. ജസ്റ്റ് എന്താ ചെയ്യണുള്ളൂ, എന്ത് ഹീറ്റ് കിട്ടണോ അത് കുറച്ച് വർക്കിലേക്കും കുറച്ച് എനർജിയിലേക്കും മാറ്റി വയ്ക്കുകയാണെന്ന് മാത്രമേ എന്താ പറഞ്ഞത് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നുള്ളൂ. പഠിക്കാൻ എളുപ്പമാണല്ലോ. റൈറ്റ് അല്ലേ? അപ്പോൾ കുറച്ച് പോയിന്റുകൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ പോയിന്റിൽ ഞാൻ പറഞ്ഞ ഓർമ്മ ഹീറ്റിൻ്റെ സിമ്പിളൊക്കെ പറയണത് അതേമാതിരി കേട്ടോ. അപ്പോൾ ഇതൊക്കെ പോയിൻ്റായിട്ട് തന്നെ എഴുതി പോകണം. അപ്പോൾ വർക്ക് ഡൺ ഒക്കെ പോസിറ്റീവ് നെഗറ്റീവ് പറഞ്ഞത് ഓർമ്മ ഉണ്ട്. അപ്പോൾ എപ്പോഴാണ് വർക്ക് ഡൺ പോസിറ്റീവ്? ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ ബൈ ദ സിസ്റ്റം അല്ലെങ്കിൽ ബൈ ദ ഗ്യാസ് ആണെങ്കിൽ നമ്മൾ വർക്ക് പോസിറ്റീവ്, വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് ആണെങ്കിൽ നെഗറ്റീവ് അല്ലേ? കംപ്രഷൻ്റെ കേസ് ഞാൻ ഇനി പറയണ്ടല്ലോ. ഇനി കേട്ടോ, ഇനി ഓക്കെ, ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നു വിചാരിക്കാം. അതായത് ഹീറ്റ് സിസ്റ്റം എടുക്കുകയാണെങ്കിൽ റൈറ്റ്, ഹീറ്റ് ഇഫ് ഇറ്റ് ഇസ് അബ്സോർബ് ടേക്ക് ദാറ്റ് ഹീറ്റ് ആസ് പോസിറ്റീവ്. റൈറ്റ്. ഹീറ്റ് റിജക്റ്റഡ് ബൈ എ സിസ്റ്റം ആണെങ്കിൽ, പുറത്തേക്ക് എടുക്കുന്ന ഹീറ്റാണെങ്കിൽ, അതായത് പുറത്തേക്കാണ് പോകണമെങ്കിൽ ദാറ്റ് ഈസ് നെഗറ്റീവ്. റൈറ്റ്. സൈൻ കൺവെൻഷൻസ് ആണ് കേട്ടോ. അതൊക്കെ എങ്ങനെയാണ് ഹെഡിങ് എഴുതുക? സൈൻ കൺവെൻഷൻസ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് എഴുതിക്കോളൂ കേട്ടോ. എന്നിട്ട് ഇത് എങ്ങനെ എഴുതായിരിക്കാം. റൈറ്റ്. ക്ലിയർ? ഇതൊരു പോയിൻ്റായിട്ട് എഴുതിയാൽ നീ ഓക്കെ. റൈറ്റ്. ഇനി അതേമാതിരി ഇപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ എനർജി ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. അതിൻ്റെ അർത്ഥം എന്താടോ? ടെമ്പറേച്ചർ കൂടിയെന്ന് അർത്ഥം അല്ലേ? കൈനറ്റിക് എനർജി ആലോചിച്ചാൽ മതി. അപ്പോൾ റൈസ് ഇൻ ടെമ്പറേച്ചർ, ഇൻക്രീസ് ഇൻ ഇൻറ്റേർണൽ എനർജി, അതിനെ ഞാൻ എപ്പോഴും പോസിറ്റീവ് ആയിട്ട് എടുക്കും. ഒരു സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഗ്യാസിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടിയെന്ന് പറഞ്ഞാൽ എന്താ? അത് പോസിറ്റീവായിട്ട് എടുക്കണം കേട്ടല്ലോ. അന്നേരം തലയെ തിരിച്ചിട്ട് തന്നെ ആലോചിച്ചോ, ഇൻറ്റേർണൽ എനർജി ഡിക്രീസ് ചെയ്തു, അതായത് ടെമ്പറേച്ചർ ഡിക്രീസ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നെഗറ്റീവായിട്ട് ആലോചിക്കാം കേട്ടോ. റൈറ്റ്. അപ്പോൾ വർക്ക് ഡണ്ട് ഞാൻ ഇനി എഴുതണ്ടല്ലോ, വർക്ക് ഡൺ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ക്ലിയർ? കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ സൈൻ കൺവെൻഷൻ നിങ്ങളുടെ തലമണ്ടയിൽ ഉണ്ടാവണം. ഇത് നേരെ ഓപ്പോസിറ്റ് ഏതാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതോ സൈൻ കൺവെൻഷൻ നേരെ ഓപ്പോസിറ്റാണ് കെമിസ്ട്രിയിൽ. അപ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കണം. ഫിസിക്സിൽ ഇങ്ങനെ എഴുതിയിരിക്കണു, കെമിസ്ട്രിയിൽ ഇങ്ങനെ എഴുതിയിരിക്കണു എന്ന് തന്നെ പഠിക്കണം കേട്ടോ. കേട്ടല്ലോ? ഓക്കെ. ഇനിയിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയട്ടെ. വെള്ളം തിളക്കുക, അല്ലെങ്കിൽ ലിക്വിഡ് എടുത്താൽ മതി, വെള്ളം എന്ന് പറയണ്ട. സപ്പോസ് ലിക്വിഡ്, ഇതെന്തോടെ കറുപ്പായത്? ആഹാ, ലിക്വിഡ് ബോയിൽസ്. റൈറ്റ്. അപ്പോൾ നമ്മൾ വർക്ക് ഡൻ്റെ ഇക്വേഷൻ എഴുതി ഓർമ്മ, ഡെൽറ്റ ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഡെൽറ്റ വി അല്ലേ? ഇതറിയാലോ നിങ്ങൾക്ക്, കുഴപ്പമില്ല. എന്നാൽ ബോയിൽ ചെയ്യാമെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അവിടെ എന്തുണ്ടോ? വേപ്പറൈസേഷൻ നടക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഞാൻ ഡെൽറ്റ ക്യൂവിന് എന്ത് എഴുതണമെന്ന് പറഞ്ഞിട്ടുള്ളത്? എം എൽ വി, ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അല്ലേ? പക്ഷെ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ എന്താ എഴുതിയ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ. ആഹാ, ഓക്കെ. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം നോക്കട്ടോ. ഡെൽറ്റ ക്യൂവിന് പകരം ഐശ്വര എന്താടോ അങ്ങനെ എഴുതിയത്? എം എൽ വി എന്ന് എഴുതി ഈക്വൽ ടു ഡെൽറ്റ യു, ഡെൽറ്റ ഡബ്ല്യുക്ക് പകരം ഞാൻ ഈ സാധനം എഴുതിക്കും പി ഡെൽറ്റ വി. മനസ്സിലായോ? ഓക്കെ. ഇതിൽ നിന്ന് നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഹാപ്പൻസ്, ഗിവ് എൻ എക്സ്പ്രഷൻ ഫോർ ഇൻറ്റേർണൽ എനർജി വെൻ എ ലിക്വിഡ് ബോയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എം എൽ വി മൈനസ് പി ഡെൽറ്റ വി. ഇങ്ങനെയും എഴുതാം. ഇതൊരു എക്സ്പ്രഷനായിട്ട് കാണാപ്പാടം പഠിക്കേണ്ട കേട്ടോ. അത് എഴുതാനുള്ളൊരു മെത്തേഡ് എങ്ങനെയാണെന്ന് കാണിച്ചോളൂ. സമയമായ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. ഓക്കെ ഓട്ടോ, കുഴപ്പമില്ലല്ലോ. ഇനി ചില സമയത്ത് ഇങ്ങനെ എഴുതുന്നുണ്ടാവില്ല കേട്ടോ. ചില സമയത്ത് ഇതിലിങ്ങനെ ഒരു എക്സ്പ്രഷൻ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതും തെറ്റില്ല. എന്താ അവിടെ ഞാൻ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഈ ഡെൽറ്റ ക്യൂവിന് നമ്മൾ ഇത് എഴുതിയിട്ടില്ല. അപ്പോൾ ഇത് എക്സ്പ്രഷൻ ഈസ് ഓൾസോ കറക്റ്റ്. റൈറ്റ്. അപ്പോൾ ഇതും എഴുതാം, ഇതും എഴുതാം. കൂടുതൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ എക്സ്പ്രഷൻ മാത്രമേ ഉള്ളൂ, ഇതില്ല കേട്ടോ. ഓക്കെ. ഇനി ശ്രദ്ധിച്ച് ഇനി പോയി എഴുതണമൊക്കെ നോക്കട്ടോ.
ഈ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുള്ള സാധനങ്ങൾ ഒന്നും കൂടെ റിഫ്രഷ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഈ സി എന്ന് പറയുന്നതും CP/CV എന്ന് പറഞ്ഞിട്ട് ഓർത്ത് ഓർമ്മ ഉണ്ടാകും. അപ്പോൾ അതിന് മുമ്പ് സി എന്താണെന്ന് അറിയണം. എന്തായിരുന്നു നമ്മുടെ മോളാർ സ്പെസിഫിക് ഹീറ്റ് അല്ലേ? എന്തായിരുന്നു മോളാർ സ്പെസിഫിക് ഹീറ്റ്? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 mole ഓഫ് സബ്സ്റ്റൻസ് ബൈ 1 degree Celsius or 1 Kelvin. ഓർമ്മ ഉണ്ടാകും അല്ലേ? സാധാരണഗതിയിൽ നമ്മളത് മോൾ എടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ ആ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈഡ് നമുക്ക് എങ്ങനെ എഴുതാറുണ്ടെന്നുള്ളത് ഇങ്ങനെ എഴുതാറുണ്ട്. നമ്മൾ എസിന് പകരം ഇനി എന്ത് എഴുതാം? C ΔT. സോ യു ക്യാൻ നമ്പർ ഓഫ് മോൾസ് ആണ് തരണമെങ്കിൽ ആ ഹീറ്റ് സപ്ലൈഡ് ഓർ ഹീറ്റ് അബ്സോർബ്ഡ് നമുക്ക് ഇങ്ങനെ എഴുതാമെന്ന് പറയുന്നത് അല്ലേ? കോൺസ്റ്റൻറ്റ് പ്രഷർ ആകുമ്പോൾ അതിന് CP എന്നും കോൺസ്റ്റൻറ്റ് വോള്യത്തിന് അതിനെ നമ്മൾ CV എന്നും എഴുതുന്നു ഞാൻ പറഞ്ഞ ഓർമ്മ ഉണ്ട് അല്ലേ? amount of heat supplied to raise the temperature of 1 mole of substance by 1 degree Celsius but constant pressure. ഇത് കോൺസ്റ്റൻറ്റ് വോള്യം. ഇതൊക്കെ ഞാൻ എടുത്താണല്ലോ റൈറ്റ്. എന്നിട്ട് ആവറേജ് മോളാർ സ്പെസിഫിക് ഹീറ്റിൻ്റെ വാല്യൂ 3R ആണെന്ന് പറഞ്ഞത് ഓർമ്മ ഉണ്ടോ? ഉണ്ട് അല്ലേ? സാധാരണ റേഞ്ച് 3R. ഇതൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതൊന്ന് റിഫ്രഷ് ചെയ്യണേ കേട്ടോ. അപ്പോൾ അതേമാതിരി പണ്ടൊക്കെ ഹീറ്റിൻ്റെ യൂണിറ്റ് ഇപ്പം നമ്മൾ CPയും CVൻ്റെ റിലേഷൻ വരുന്നതിനേക്കാൾ മുമ്പ് ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ പോകുന്നുള്ളൂ കേട്ടോ. പണ്ടൊക്കെ അല്ലെങ്കിൽ ഇപ്പോഴും ഉണ്ട്, എന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ ഹീറ്റിൻ്റെ യൂണിറ്റായിട്ട് കാലറിയാണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ഡെഫിനിഷൻ ഓഫ് 1 calorie എന്ന് പറയുന്നത് എന്താണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ ബൈ 1 degree Celsius. ദറ്റ് ഈസ് ദ definition of 1 calorie. അതിരിക്കട്ടെ. amount of heat required to raise the temperature of 1 gram of water by 1 degree Celsius is known as 1 calorie കേട്ടോ. പക്ഷേ ഇപ്പോൾ സാധാരണഗതിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 1 degree Celsiusന് ഒരു ലിമിറ്റ് വെച്ചു. അതായത് ലോവർ ലിമിറ്റ് എന്താണ്, അപ്പർ ലിമിറ്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ഈ വാട്ടറിൻ്റെ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി തോന്നിയ മാതിരി ടെമ്പറേച്ചർ അനുസരിച്ച് മാറുക. അപ്പോൾ 1 calorie ഡെഫിനേഷൻ കുറച്ചും കൂടി ചേഞ്ച് ചെയ്തു. അതായത് ടെമ്പറേച്ചർ തന്നെയാണ് എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് 1 gram ഓഫ് വാട്ടർ. പക്ഷേ ഈ 1 degree Celsiusന് അവരെന്താക്കി മാറ്റി? ടു റേസ് ദ ടെമ്പറേച്ചർ ഓഫ് വാട്ടർ ഫ്രം 14.5 degree Celsius ടു 15.5 degree Celsius. കണ്ടോ? സ്പെസിഫിക് ആക്കി അവർ. ക്ലിയർ ആവുന്നത് എനിക്കിനെ റൈറ്റ്? ഞാൻ പറഞ്ഞു എന്നുള്ളത് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം കേട്ടോ. ഇനി ഞാൻ എന്താ പറയാവുന്നത്? ഞാൻ പറഞ്ഞു അല്ലേ, ഈ CP - CV എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു R ആണ്. ഞാൻ പറയാനില്ല, ഇത് പ്രൂവ്ഡ് ആണ്. CP - CV ദാറ്റ് ഈസ് ഡിഫറൻസ്. ഇത് നമ്മൾ പ്രൂവ് ചെയ്യണം കേട്ടോ. സോ ഇങ്ങനെ തന്നെയാണ് റിലേഷൻഷിപ്പ്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ CP ആൻഡ് CV, റൈറ്റ്? ഓർ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ CP, CV ആൻഡ് R, റൈറ്റ്? പ്രൂവ് ഇറ്റ്, റൈറ്റ്? അല്ലെങ്കിൽ ഡിറൈവ് ദാറ്റ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം വരാറ്. അപ്പോൾ നമ്മളിത് ഡിറൈവ് വേണ്ട, റൈറ്റ്? ഞാൻ കാലറിയൊക്കെ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ട ടേംസ് വെച്ചിട്ട് ഞാൻ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. റൈറ്റ്? നൗ ഇതാണ് നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്, റൈറ്റ്? പ്രൂഫ്. ഇത് സ്ഥിരം പരീക്ഷയ്ക്ക് വരാറുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കണ്ടില്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഒന്നും എനിക്കറിയില്ല. മീൻസ് കുറച്ച് 2-3 കൊല്ലമായിട്ട് കാണില്ല കേട്ടോ. പക്ഷേ എന്താണോ റൈറ്റ്? അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകണം. ശ്രദ്ധിച്ചേ, നമുക്കറിയാം എന്താ ഫസ്റ്റ് ലോ. ഞാനിങ്ങനെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുള്ളൂ, അത് നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ടാവണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താ പറയുന്നത്? ΔQ = ΔU പ്ലസ് ഞാൻ P ΔW എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ്. അപ്പോൾ എനിക്ക് എന്തെന്ന് എഴുതാം? ΔU പ്ലസ് വർക്കിന് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? P ΔV എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ? ഉണ്ട്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോള്യമാണ് വെച്ച്. കോൺസ്റ്റൻറ്റ് വോള്യം ദാറ്റ് ഈസ് വോള്യം ഇസ് നോട്ട് ചേഞ്ചിങ്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ ΔV എന്തായിരിക്കുമോ? 0. എന്താ ചേഞ്ച് ഇല്ല എന്നല്ലേ പറയണേ? അപ്പോൾ ΔV 0 ആണെങ്കിൽ എനിക്ക് ആ കോൺസ്റ്റൻറ്റ് വോള്യത്തിൽ വരേണ്ട സ്പെസിഫിക് മോളാർ സ്പെസിഫിക് ഹീറ്റ് ഏതാ? CP ആണ്. സോറി, കോൺസ്റ്റൻറ്റ് വോള്യം അല്ലേ, സോറി. അപ്പോൾ CV ആണ്. ആണോ? റൈറ്റ്. എന്നാൽ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരിക്കുമോ? ΔP = 0 ആണ്. അതായത് ആ സമയത്ത് വരുന്ന മോളാർ സ്പെസിഫിക് ഹീറ്റ് എന്താ? CP അല്ലേ? ഡെഫിനിഷൻ പ്രകാരം. അതെ, റൈറ്റ്? അപ്പോൾ ഇനി ശ്രദ്ധിച്ച് നോക്കാം കേട്ടോ. ഇനി ഞാൻ CPക്കും CVക്കും ഇക്വേഷൻസ് എഴുതി പോവാണേ. അപ്പോൾ
ഓക്കെ, നമ്മുടെ ജനറൽ ഇക്വേഷനായിട്ട് എഴുതിയേക്ക് ഇവിടെ എഴുതാം അല്ലേ. എഴുതിയേ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എൻ സി പി ഡെൽറ്റ ടി അല്ലേ. ഇതെന്താ അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ അല്ലേ അല്ലേ. അതേമാതിരി സി വിക്ക് ആണെങ്കിൽ എന്ത് എഴുതേണ്ടി വരും, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു എൻ സി വി ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എക്സ്പ്രഷൻ എഴുതുന്ന ശ്രദ്ധിക്കുക, രണ്ട് കേസസിലായാലും ഈ എൻ എന്ന് പറയുന്നത് 1 മോൾ അങ്ങിരിക്കുക. ഞാനിവിടെ എല്ലായിടത്തും 1 മോളിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എന്ന് പോയാൽ എന്ന് ചെത്തിപ്പോയി റൈറ്റ്. സി വി ഇവിടെ സി പി ഇത്രയല്ലേ ഉള്ളൂ റൈറ്റ്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് എന്ത് എഴുതാം, സി പി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് എഴുതാം. എഴുതിക്കൂടെ? അതേമാതിരി ഇവിടെ എന്ത് എഴുതാം, ഇതിങ്ങനെ എഴുതിക്കാം, സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം എന്ന് എഴുതിക്കൂടെ? അത് കുഴപ്പമുണ്ടോ? ഇനി ഞാൻ സി വിൻ്റെ കേസസ് എഴുതി പോവാം കേട്ടോ. എന്തുകൊണ്ടാണ് കോൺസ്റ്റൻറ്റ് വോള്യത്തിൻ്റെ 0 ആയി കിടക്കേണ്ടത്, സന്തോഷമായിട്ടിരിക്കാം. നോക്കിയേ ഇവിടെ നോക്കിയേ ഈ ഇക്വേഷനിൽ ഈ ഇക്വേഷനിൽ വാട്ട് ഹാപ്പൻസ് ഇഫ് ഐ പുട്ട് ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഈ ടേം പോയാൽ അപ്പോൾ എനിക്ക് എന്തായി, ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്നാവില്ലേ. ഒന്നുകൂടി ശ്രദ്ധിച്ചേ, അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യത്തിൻ്റെ കേസ് എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേ റൈറ്റ്. ദിസ് ടേം ഗോസ് ഓഫ്, സോ ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ എക്സ്പ്രഷൻ എന്തായിട്ട് എഴുതാം, ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം. അറ്റ് കോൺസ്റ്റൻറ്റ് വോള്യം എന്താ അർത്ഥമാണ് കേട്ടോ ഇങ്ങനെ എഴുതണതിൻ്റെ റൈറ്റ്. അല്ലെങ്കിൽ ഞാൻ ഇനി കോൺസ്റ്റൻറ്റ് വോള്യം എന്ന് എഴുതണില്ലേ, ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. ഇത് സി വി എടുക്കട്ടെ ആയാ. ഇനി ഇവിടെ എടുക്കട്ടെ. ഇനി സി പിൻ്റെ കാര്യത്തിൽ ടച്ച് ചെയ്യാം നമുക്ക് റൈറ്റ്. പക്ഷേ ഡെൽറ്റ ക്യൂവിൻ്റെ അവിടെ എനിക്ക് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 0 അല്ലേ നമ്മൾ പറയണ. സി പി വരുന്ന സമയത്ത് ഡെൽറ്റ പി കൂടെ വന്ന് ഡെൽറ്റ പി എന്ന് പറഞ്ഞ ടേം ഉണ്ടാകും, ഡെൽറ്റ വി അല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്കിവിടെ ഡെൽറ്റ ക്യൂവിൻ്റെ സ്ഥലത്ത് വേറെ ഒരു വഴിയില്ല, എന്ത് എഴുതേണ്ടി വരും, ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇതല്ലാണ്ട് വേറെ വഴിയില്ല അല്ലേ. അപ്പോൾ ഇനി ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി കോൺസ്റ്റൻറ്റ് പ്രഷർ. ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നത് നിങ്ങൾക്ക് കമ്പാരിസൺ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടർച്ചയായിട്ട് എഴുതി പോവാം കേട്ടോ. എഴുതിയോ റൈറ്റ് ഇസ് ഈക്വൽ ടു ഈ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ബൈ പി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം നിങ്ങൾക്ക്? എന്തുവാ നോക്കിയേ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലെങ്കിൽ ദറ്റ് ഈസ് യുവർ സി വി അല്ലേ. നോക്കിയേ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ഇവിടെ പി എഴുതണമെന്നില്ല റൈറ്റ്. ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി ജനറലായിട്ട് എനിക്ക് സി വി എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ എന്തെന്ന് എഴുതാം, എനിക്ക് സി വി പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എഴുതിയാ. സന്തോഷമായി. ശ്രദ്ധിച്ചേ, ഇതിനെനിക്ക് എന്തെന്ന് പറഞ്ഞിട്ട് എഴുതാൻ പറ്റും, പി വി ബൈ ടി സാധാരണ മതി. നോക്കിയേ നമ്മുടെ ഇത് ഞാൻ മാച്ചോളാം കേട്ടോ. പി വി ഇസ് ഈക്വൽ ടു എൻ ആർ ടിയിൽ N 1 ആണെന്ന് പറഞ്ഞു അല്ലേ, ആർ ടി അല്ലേ, ആർ ടി അല്ലേ, എഴുതാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് എന്ത് എഴുതാം, പി വി ബൈ ടി ഇസ് ഈക്വൽ ടു ആർ. അതിനെ എല്ലാത്തിനും ഡെൽറ്റ ഇട്ടാലും എന്താ ആർ എൻ അല്ലേ വരും, കോൺസ്റ്റൻ്റ് അല്ലേ. സോ ഇവിടെ എനിക്ക് എന്ത് എഴുതാം, സി വി പ്ലസ് ആർ എന്ന് എഴുതാം. എഴുതിയാ. പക്ഷെ ഇപ്പുറം എന്തൊക്കെ എടുക്കണേ, നമ്മളിത് എന്തെന്നാ LHS സൈഡിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് സി പി എന്നല്ലേ. അപ്പം ഞാനിവിടെ എഴുതണം നോക്കട്ടെ, സി പി ഇസ് ഈക്വൽ ടു സി വി പ്ലസ് ആർ. അല്ലെങ്കിൽ എനിക്ക് എന്ത് എഴുതാം, സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആർ. പ്രൂഫായാ കേട്ടോ? മനസ്സിലായില്ലെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്ത് ഒന്നും കൂടി കേട്ടിട്ട് പഠിക്കാം കേട്ടല്ലോ. ഇല്ല ഒന്നുകൂടി ശ്രദ്ധിച്ച് സാധനം ചെറുതാക്കാൻ പറ്റുമോ നോക്കട്ടെ. കണ്ടോ ചിത്രമുള്ള പ്രൂഫ് ഇതൊക്കെ എഴുതി വരുമ്പോൾ ഇത്ര വലുതായിട്ട് തോന്നുന്നുണ്ടോ. എന്താ ചെയ്ത് ആദ്യം നമ്മൾ സാധാരണ നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതി, ഡെൽറ്റ ഡബ്ല്യുക്ക് പകരം പി ഡെൽറ്റ വി എഴുതി. പിന്നെ നമുക്ക് സി പിയും സി വിൻ്റെ റിലേഷനാണ് അറിയേണ്ടത്. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം കോൺസ്റ്റൻറ്റ് പ്രഷർ. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വോളിയം ഇസ് 0.
അങ്ങനെ വരുമ്പോൾ എനിക്ക് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു എന്ന് വരും. പി ഡെൽറ്റ വിയിൽ ഡെൽറ്റ വി ഇപ്പോൾ അടിച്ചു പോയില്ലേ, അതവിടെ എഴുതി. ഇനി കോൺസ്റ്റൻറ്റ് പ്രഷറിൽ വരുമ്പോൾ ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു 0 സി പി എഴുതണം, അത്രയേ ഉള്ളൂ. റൈറ്റ്. അപ്പോൾ സി പിന്ന് എനിക്ക് ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി, എൻ ഇസ് ഈക്വൽ ടു 1 ആണ് നമ്മൾ അസ്യൂം ചെയ്യണം, 1 മോൾ ഗ്യാസാണ്. റൈറ്റ്. പിന്നെ എന്താ എഴുതി, സി വി ഇസ് ഈക്വൽ ടു എന്താ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടീന് എനിക്ക് എന്ത് ഡെൽറ്റ ക്യൂവിന് പകരം ഡെൽറ്റ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. റൈറ്റ്. അപ്പോൾ സി വി ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി. ഇനി ഈ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ്, സി പിക്ക് നമ്മൾ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടീൻ്റെ ഫുള്ള് ഈ സാധനം കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഡെൽറ്റ യു പ്ലസ് പി ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടീന്ന് എഴുതി സ്പ്ലിറ്റ് എഴുതി അല്ലേ. അതിൽ നിന്ന് ഡെൽറ്റ യു ബൈ ഡെൽറ്റ ടി എന്താണെന്ന് എഴുതിയിട്ടുണ്ട്, സി വി ആണെന്ന് എഴുതിയിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. റൈറ്റ്. ഇനി പി ഇൻറ്റു ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി, പി വി ബൈ ടി ഇസ് ഈക്വൽ ടു ആറാണ്. അപ്പോൾ എനിക്ക് ആറിന് എഴുതി. പിന്നെ സി പി മൈനസ് സി വി ഇസ് ഈക്വൽ ടു ആറിന് കിട്ടി. സിമ്പിളല്ലേ, ക്ലിയർ. റൈറ്റ്. അപ്പോൾ ഈ എക്സ്പ്രഷൻ, ഈ ഡെറിവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല, പാഴിച്ചേക്കണം. സ്ഥിരം പരീക്ഷയ്ക്ക് വരാറുണ്ട്. ഏത് നമുക്ക് ന്യൂമറിക്കലിനും ആവശ്യം വരും കേട്ടോ, അത് ഒരുപാട് ആവശ്യം വരും. ക്ലിയർ. ഇനി അടുത്തത് എടുക്കാൻ പോണതാണ് നമുക്ക് കുറേ പ്രോബ്ലംസ് ആയാലും കുറച്ച് സിറ്റുവേഷൻസൊക്കെ ഇച്ചിരി ടഫാവാൻ പോണ ടോപ്പിക്സാണ് കേട്ടോ ഇനി എടുക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്തായാലും ഞാൻ അത്രയ്ക്ക് ഡീറ്റെയിൽ പോകില്ല. പക്ഷേ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ ഒരുപാട് വെള്ളം കുടിക്കണം കേട്ടല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചേ. അപ്പോൾ ഇത് എടുക്കാൻ പോണത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ജസ്റ്റ് ഒരു പാരഗ്രാഫിലായിട്ട് എഴുതിയിട്ടുള്ളതാണ്. എന്താണ് ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എഴുതിയിട്ടുള്ളത് വായിച്ചു കഴിഞ്ഞാൽ കുറേ രാമായണന്മാർ വായിക്കേണ്ടി വരും. എളുപ്പത്തിൽ പറഞ്ഞുതരാം കേട്ടോ. അത് ഞാൻ എക്സാമ്പിൾ പറയാം. കുട്ടീന്ന് വിചാരിക്കട്ടെ, 11 നടക്കാൻ ഉദ്ദേശിച്ചിട്ട് ഇവിടെ നിന്ന് അവൻ ആഗ്രഹിക്കുന്നത് ഇവിടെ എത്താനാണ്. പക്ഷെ കുഴി മടിയനുമാണ് വിചാരിച്ചൊരു നല്ല വെയിറ്റുള്ള ആളാണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ വെയിറ്റുള്ളവന് നടന്നാലും ഇവിടെ എത്തൂല അല്ലേ. അപ്പോൾ നീ ഇവിടെ നിൽക്കാന്ന് വെച്ചാൽ നീ നോക്കിയിരിക്കുക, അവൻ ഇവിടെ എത്തുമെന്ന്. ഈ ആമേനേക്കാളും സ്പീഡ് കുറവാന്ന് വിചാരിക്കാം, ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ ഇഫ് ഹി വാസ് ഹിയർ ആൻഡ് യു സോ ഹിം, നീ കണ്ടു ഇവിടെ നിൽക്കണേ, പിന്നെ ഇങ്ങോട്ട് നീ ഇങ്ങനെ തിരിഞ്ഞ് നിന്നിരുന്ന പെട്ടെന്ന് നീ പിന്നെയും ഇങ്ങോട്ട് നോക്കിയപ്പോൾ നിനക്ക് തോന്നണത് ഇവന് തോന്നുന്നുണ്ട് ഞാൻ കഷ്ടപ്പെട്ട് നടന്നിട്ടുണ്ടെന്നിട്ടാ. പക്ഷെ നിനക്ക് തോന്നുന്നു ഇവന് ഇപ്പം തന്നെ അല്ലേ ഇവിടെ കണ്ട്, അവൻ ഇതുവരെ നീങ്ങിയിട്ടില്ലേ എന്ന് വിചാരിക്കും. എന്നാൽ ശരി കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കിയിരുന്നു. തിരിച്ച് പിന്നെയും നോക്കുമ്പോൾ അവൻ്റെ പിന്നെ അവിടെ തന്നെ നിൽക്കണ്. പക്ഷേ നീ ഇവനോട് ചോദിക്കും നീ എന്താണ് നീങ്ങാത്തതെന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ഇയാൾ പറയും ഇല്ലല്ലോ ഞാനിപ്പോൾ തന്നെ കുറച്ച് നടന്നത്, എനിക്ക് വയ്യാണ്ടായി എന്ന് പറയും. അതായത് ദിസ് പേഴ്സൺ ഫെൽ ദാറ്റ് ഹി ഹാസ് മൂവ്ഡ് ബട്ട് യു ഫീൽ ദാറ്റ് ഹി ഹാസ് നോട്ട് മൂവ്ഡ്. ദിസ് ഇസ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അതായത് സ്റ്റാറ്റിക് ആണെന്ന് തോന്നുന്നു പക്ഷെ അല്ല. എന്തേ ഇയാളിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും നല്ല മെഷർമെൻറ്റ് ഡിവൈസ് കൊണ്ടൊക്കെ കറക്റ്റായിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അവൻ ചിലപ്പോൾ 1 മില്ലിമീറ്റർ നീങ്ങിയിട്ടുണ്ടാവും അല്ലേ. റൈറ്റ്. സോ ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റമാണ് കേട്ടോ. ദാറ്റ് റെയർലി ഹാപ്പൻസ്. റൈറ്റ്. അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞ ഒരു പ്രോസസ്സിന് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് അല്ലെങ്കിൽ പാർഷ്യലി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ട് ലോകത്തില്ല. പക്ഷേ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനത്തെ പ്രോസസ്സ് ഉണ്ട്, നമ്മളായിട്ട് വരുത്തി തീർക്കണതാണ് കേട്ടോ. സോ ഇൻഫൈനൈറ്റ്ലി സ്ലോ പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയാം. റൈറ്റ്. അതായത് ഒരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിക്കാം. ആ സിസ്റ്റം അതിൻ്റെ ഒറിജിനൽ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. അതായത് പ്രഷറായിരിക്കാം, വോള്യം ആയിരിക്കാം, എന്തെങ്കിലും. അപ്പോൾ ആ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് വിസിബിൾ. നിങ്ങൾക്കത് ചേഞ്ച് ചെയ്ത മാതിരി നിങ്ങൾക്ക് തോന്നുന്നില്ല. റൈറ്റ്. സോ ദാറ്റ് ഈസ് നോൺ ആസ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. അപ്പോൾ അത് പ്രഷർ ആവാം, ടെമ്പറേച്ചർ ആവാം, വോള്യം ആവാം, ഇൻ്റർണൽ എനർജി വാട്ട്സ് എവർ, ബട്ട് ദാറ്റ് ചേഞ്ച് ഇസ് സോ സ്ലോ ദാറ്റ് ഇറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ദാറ്റ് ഇറ്റ് റിമെയിൻസ് ആസ് ഇറ്റ് ഈസ് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു സറൗണ്ടിങ്സ് വെച്ച് നോക്കുമ്പോൾ ആ സറൗണ്ടിങ്സിന് തോന്നുന്ന ഒരു ചേഞ്ചും നടന്നിട്ടില്ല എന്ന് തോന്നുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയാം. ഇപ്പോൾ നോക്കിയേ, നമ്മളിത് എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക എന്ന് പറയാം കേട്ടോ. ഇപ്പോൾ ഒരു സിസ്റ്റത്തിൻ്റെ പ്രഷർ പിയും ടിയും എന്നിരിക്കും, പ്രഷറും ടെമ്പറേച്ചറും. ആൻഡ് യു വാണ്ട് ഇറ്റ് ടു ചേഞ്ച് ഫ്രം പി ടി ടു പി ഡാഷ് ടി ഡാഷ്. ഈ സിസ്റ്റത്തിൻ്റെ പാരാമീറ്റേഴ്സ് ഇങ്ങനത്തെ ഈ സ്റ്റേറ്റിൽ നിന്ന് ഈ സ്റ്റേറ്റിലേക്ക് പോകണം എന്നാണ് നിൻ്റെ ആഗ്രഹം. എന്ത് പ്രോസസ്സ് വെച്ചിട്ടാണ്?
ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് വെച്ചിട്ട് ഇങ്ങനെ ചേഞ്ച് ചെയ്യണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം. അപ്പോൾ എന്താ നടക്കുന്നതെന്ന് നോക്കാം കേട്ടോ. You want to change the system's parameters Pt to P dash T dash through quasi-static process. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? ആദ്യം നമ്മൾ എന്തെങ്കിലും പ്രഷർ കൊടുക്കും, എക്സ്റ്റേണൽ പ്രഷർ ഇല്ലേ, കൊടുത്തിട്ട് ഈ പ്രഷർ കുറച്ച് ചേഞ്ച് ചെയ്യുള്ളൂ. ചേഞ്ച് ചെയ്തു, പ്രഷർ ചേഞ്ച് ചെയ്തു കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സിസ്റ്റത്തിന് കുറച്ച് അവിടെ തന്നെ വയ്ക്കും. ഇപ്പോൾ ഇപ്പോൾ പിന്ന് ഞാൻ പറയാം കേട്ടോ, P ഡബിൾ ഡാഷിലേക്ക് മാറ്റിയിട്ട് ആ പ്രഷർ. എന്നിട്ട് ആ സിസ്റ്റം പ്രഷർ ഇത്ര ചേഞ്ച് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിന് പിന്നെ നിങ്ങൾ ടച്ച് ചെയ്യില്ല, അത് അങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിക്കും. എന്നിട്ട് എന്തായി, P ഡബിൾ ഡാഷ് ആയില്ലേ. അപ്പോൾ പുറത്ത് കിടക്കുന്നത് ഒരു P2 ആണെന്ന് വിചാരിക്കട്ടോ, അതിലേക്ക് ഈക്വലൈസ് ചെയ്യാൻ നോക്കും അത്. എന്നിട്ട് കുറച്ച് സ്റ്റേബിളായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അതിനെ കുറച്ചും കൂടി ചേഞ്ച് ചെയ്തിട്ട് P ട്രിപ്പിൾ ഡാഷിലേക്ക് അങ്ങനെ മാറ്റും. എന്നിട്ട് പിന്നെ അതിനെ അങ്ങനെ തന്നെ വയ്ക്കും. യു വിൽ നോട്ട് ടച്ച് ഇറ്റ് സോ ദാറ്റ് അതൊരു സ്റ്റേബിളായിട്ട് ആവട്ടെ. പിന്നെ നിങ്ങൾ തന്നെ പ്രഷറിനെ ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് ചേഞ്ച് ചെയ്തിട്ട് ചിലപ്പോൾ കുറേ മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും ഇറ്റ് വിൽ അച്ചീവ് P ഡാഷ്. റൈറ്റ്. സോ ഇത് തന്നെ പ്രഷറാവണം. ഞാൻ എക്സാമ്പിൾ പറയാൻ വേണ്ടിയിട്ടാണ് പ്രഷർ ചെയ്തിട്ട്, നിങ്ങൾക്ക് ടെമ്പറേച്ചറിൻ്റെ ടേംസിലും പറയാം. നോ ബിഗ് ഡീൽ. ക്ലിയർ? സോ യു ആർ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പക്ഷെ നോക്കിയേ, ആദ്യം Pന്ന് P ഡബിൾ ഡാഷിലേക്ക് ആക്കി. അപ്പം നിങ്ങൾ നേക്കഡ് ഐയിൽ കാണുമ്പോൾ ഫോർ യു ദർ ഇസ് എനി പ്രഷർ ചേഞ്ച്, നോ, ഇറ്റ് ഇസ് സോ സ്മോൾ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് വിസിബിൾ ടു യു, റൈറ്റ്? പക്ഷേ എൻഡിൽ നോക്കിയേ Pന്ന് P ഡാഷിലേക്ക് മാറുന്നുണ്ട്, ഈവൻ ഇഫ് ഇറ്റ് ടേക്സ് ലോട്ട് ഓഫ് ടൈം. ക്ലിയർ ആവുണ്ടോ? ദിസ് ഇസ് എ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ്. ഇതങ്ങനെ തന്നെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷേ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന എക്സാമ്പിൾ വെച്ചിട്ടൊന്നുമല്ല, ജസ്റ്റ് എഴുതി പോകണല്ലോ, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. ഇനി നമുക്ക് അറിയാവുന്ന കുറച്ച് ടേംസ് വെച്ച് പഠിക്കാം. ഫസ്റ്റ് എഴുതിയ ഐസോതെർമൽ പ്രോസസ്സ്. ഇപ്പോൾ ക്വാസി സ്റ്റാറ്റിക് പ്രോസസ്സ് പറഞ്ഞില്ലേ, അപ്പോൾ ഇത് ബീന്ന് എഴുതിക്കോളൂ. ഐസോതെർമൽ പ്രോസസ്സ്. ഐസോതെർമൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ടെമ്പറേച്ചർ സെയിം, ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. എ പ്രോസസ് ഇൻ വിച്ച് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം ഈസ് കെപ്റ്റ് ഫിക്സഡ് ത്രൂ ഔട്ട്. That type of thermodynamic process is known as isothermal process. Temperature remains constant. അല്ലേ? അപ്പം നമ്മളൊരു ഗ്യാസ് ഇക്വേഷൻ്റെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ എഴുതുമ്പോൾ PV = nRT ആണോ എഴുതേണ്ടത്? അല്ല, PV = കോൺസ്റ്റൻ്റ് എന്ന് എഴുതണം. അതാണ് ഇങ്ങനത്തെ അല്ലേ. അതായത് ഐസോതെർമൽ പ്രോസസ്സ് ഏത് ലോന് മാതിരിയാണ്? ബോയിൽസ് ലോനെ ഫോളോ ചെയ്യുക. ഇറ്റ് ഫോളോസ് ബോയിൽസ് ലോ. ക്ലിയർ ആവുണ്ടോ? റൈറ്റ്. അപ്പോൾ സപ്പോസ് നമ്മുടെ കയ്യിലുള്ള ഒരു ഐഡിയൽ ഗ്യാസ് ആണെന്ന് വിചാരിക്കാം. അത് ഐസോതെർമലി, അതായത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. എവിടെ നിന്നാണ്? P1 V1 ഇന്ന് P2 V2ലേക്ക് ചേഞ്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. റൈറ്റ്. അപ്പോൾ ഏതെങ്കിലും ഒരു ഇടയ്ക്കുള്ള സ്റ്റേറ്റ് വിചാരിക്കാം കേട്ടോ. ഏതോ ഒരു പുതിയ പ്രഷർ P എന്ന് പ്രഷർ P1 അല്ല P2 അല്ല, അതിൻ്റെ ഇടയിൽ ഏതോ ഒരു പ്രഷറിൽ വോള്യം എന്തായി മാറി? V+∆Vയിലേക്ക് മാറി എന്നിരിക്കും. ന്യൂ വോള്യം V+∆Vയിലേക്ക് മാറിയെന്ന് വെച്ച് ഞാൻ അർത്ഥം എന്താടോ? വർക്ക് അവിടെ നടന്നിട്ടുണ്ടല്ലേ, ആ വർക്കിന് ഞാൻ പറയാൻ കേട്ടോ P∆V. ഇത് നമുക്കറിയണമല്ലോ വർക്കിൻ്റെ ഇക്വേഷൻ. റൈറ്റ്. ചേഞ്ച് ഇൻ വോള്യം ∆V ആണെങ്കിൽ ഇത്രയും. അപ്പോൾ ഈ വണ്ടർ വർക്ക് പ്രോസസ്സിന് എനിക്ക് എന്തെന്ന് എഴുതാം? W = ഇനീഷ്യൽ വോള്യം V2 PdV എന്ന് എഴുതിയ മാതിരി അല്ലേ. അല്ലെങ്കിൽ എഴുതി നോക്കിയേ, PV = nRT എന്നല്ല നമ്മൾ എഴുതിയത്. അപ്പോൾ ഇവിടെ N × R × T എന്ന് എഴുതാം. V1 to V2. നോക്കിയേ എങ്ങനെയാണെന്ന് മനസ്സിലായോ? ഇല്ലെങ്കിൽ നോക്കിയേ PnRT/അല്ലേ V എഴുതാം. PV = nRT. അപ്പോൾ എനിക്ക് Pന് പകരം എന്ത് എഴുതാം? nRT/V എന്ന് എഴുതാം. അപ്പോൾ dV/V അല്ലേ. അപ്പോൾ എഴുതി നോക്കിയേ, അപ്പോൾ 1/V അല്ലേ. 1/Vൻ്റെ അറിയില്ലെങ്കിൽ ഇൻ്റഗ്രൽ 1/V log അല്ലെങ്കിൽ നാച്ചുറൽ ലോഗരിതം V ആണ് കേട്ടോ. അപ്പോൾ നോക്കിയേ nRT ln നാച്ചുറൽ ലോഗരിതം V. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പോൾ എനിക്ക് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് എഴുതാമല്ലോ. nRT അപ്പർ ലിമിറ്റ് ലോഗ് കേട്ടോ മൈനസ് ലോഗ് നാച്ചുറൽ ലോഗരിതം V1. അപ്പോൾ nRT log A minus log B is log A/B ln V2/V1. അറിയില്ലെങ്കിൽ എഴുതിയെടുക്കുക കേട്ടോ. ദിസ് ഇസ് ദ ജനറൽ ഇക്വേഷൻ ഫോർ വർക്ക് ഡൺ ഇൻ ദ കേസ് ഓഫ് ഐസോതെർമൽ പ്രോസസ്. ക്ലിയർ ആയാ? റൈറ്റ്. വേറൊരു അഡീഷണൽ പോയിന്റ് പറയാനുള്ളത്, ഇൻറ്റേർണൽ ടെമ്പറേച്ചർ ചേഞ്ച് ഇല്ലെങ്കിൽ, ഹീറ്റ് ചേഞ്ച് ഒന്നുമില്ലെങ്കിൽ എന്താണ്? ഇൻറ്റേർണൽ എനർജി ചേഞ്ച് = 0 അല്ലേ. അപ്പോൾ ഈ പോയിന്റ് കൂടി ഉണ്ട്. ഐസോതെർമൽ റിയാക്ഷൻ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് = 0. അതേമാതിരി
ഫസ്റ്റ് ലോ ഓഫ് റിയാക്ഷൻ എന്താ പറയുന്നത്? ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക് ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ ഡബ്ല്യു അല്ലേ? ഇത് 0 ആയിക്കഴിഞ്ഞാൽ എന്താണോ? ഡെൽറ്റ ക്യൂ ഇസ് ഈക്വൽ ടു ഡെൽറ്റ ഡബ്ല്യു. ഇതും എന്താണ്? ഐസോതെർമൽ റിയാക്ഷൻ്റെ ക്രൈറ്റീരിയ ആണ്. അപ്പോൾ ഇതുണ്ട് പിന്നെ വർക്ക് ഡണ്ട ഇക്വേഷൻ ഉണ്ട്. റൈറ്റ്? ഈ 3 ഇക്വേഷനും മക്കപ്പ് ചെയ്യാം കേട്ടോ. ക്ലിയർ?